ആഴ്ചയിൽ ദൈവപാദപീഠത്തിൽ 2 ദിവസങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഈ ആരാധനയ്ക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, കർത്താവ് നന്മയല്ലാതെ ഒരു തിന്മയും കർത്താവ് ചെയ്തിട്ടില്ല. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്നു. തകർന്നു പോകുമോ, നിരാശപ്പെട്ടു പോകുമോ, താണു പോകുമോ എന്ന് തോന്നിയപ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കരത്തിൽ പിടിച്ച് നമ്മെ നടത്തിയ ദൈവം, ആ ദൈവ സാന്നിധ്യം ഈ രാവിലെ അനുഭവിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി എടുത്തു വരുന്നു, ഞങ്ങൾ ആരാധനയ്ക്കായി എടുത്തു വരുന്നു. ആരാധനയ്ക്ക് യോഗ്യനേശു മാത്രമാണ്. അങ്ങേ ആരാധിപ്പാനാണ് ഞങ്ങൾ ഈ ആലയത്തിൽ വരുന്നത്. കർത്താവെ, ഞങ്ങളെ ഈ രാവിലെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവമുമ്പാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. വർഷിപ്പ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണ്, എത്ര വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. വാക്ക് പറഞ്ഞ മാറാത്ത ദൈവമായ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ഇന്നലകളിൽ അവൻ നമ്മെ കൈവിടാൻ നടത്തി. എല്ലാറ്റിനേക്കാൾ ഉപരിയായി പിതാവാം ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി. ദൈവം എന്ന സമത്വം മുറുകെ പിടിക്കാതെ എന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് തേജസ് ഉരിഞ്ഞു മാറ്റിവെച്ച് മനുഷ്യവേഷമെടുത്ത് നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. പാവമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായി കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം പാതാളത്തെയും മരണത്തെയും ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്നും അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നത്തേതിൽ മേഘാരൂഢനായി മടങ്ങി വരുന്ന കർത്താവിനെ ആരാധിപ്പാൻ ഈ പകൽ നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷമുണ്ടാകട്ടെ. ആ യേശു വേഗത്തിൽ വരുമെന്നുള്ളത് പ്രത്യാശയുള്ള ദൈവത്തിന്റെ മക്കൾ രാവിലെ കർത്താവിന് മുമ്പിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാം. രാമാന സാന്ധനാദന രമാനിയാന്തന. ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കി കണ്ണുകളെ ഒരു നിമിഷം അടച്ച് ദൈവം ആകെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങളെ ആരാധനകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു നല്ല ക്രിസ്ത്യൻ ഡിസേബിൾഷിപ്പിലേക്ക് യഥാർത്ഥ ശിഷ്യനായി ജീവിപ്പാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേ അനുധാവനം ചെയ്യുവാൻ, അങ്ങേ ഫോളോ ചെയ്യുവാൻ, ഒരു യഥാർത്ഥ ഭക്തനായി ജീവിപ്പാൻ ഞങ്ങൾക്ക് പ്രാഗൽഭ്യം തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ, ഭയം കൂടാതെ സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാൻ ഇരുട്ടിന്റെ ശക്തികൾ ഞങ്ങളെ പുറകോട്ട് വലിച്ചു നിർത്തുമ്പോൾ, എന്നാൽ ഞങ്ങൾക്ക് ഒന്നിച്ചവനെ സാധ്യത്തോടെ ആരാധിപ്പാൻ ഈ പകൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. റമലേഖനം 8-ാം അധ്യായം. വീണ്ടെടുക്കപ്പെട്ടവരുടെ തേജസ്സിനെ കുറിച്ച് പൗലോസ് ശ്ലീഹ എഴുതി വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 28 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാ. അടുത്ത പദം പൗലോസ് കോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും വേണ്ടി കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു നൽകിയ ദൈവം അതിനോടൊപ്പം സകലം എന്ന പദത്തിനകത്ത് ആത്മീയമുണ്ട്, ഭൗതികമുണ്ട്, ശാരീരികമുണ്ട്, മാനസികമുണ്ട്.
തേജസ് എന്ന വലിയ ധനം നമുക്ക് നൽകാതിരിക്കുമോ എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ, അതോടൊപ്പം താണവരെ ഉയർത്താൻ അവന് കഴിയത്തില്ലേ? അതോടൊപ്പം അത്ഭുതങ്ങൾ ചെയ്യാൻ അവന് കഴിയത്തില്ലേ? അതോടൊപ്പം നമുക്ക് വേണ്ടി കരുതുവാൻ അവന് കഴിയത്തില്ലേ? അങ്ങനെ ഇന്ന് പകൽക്കാലം സ്വന്തം പുത്രനെ നൽകിയ കർത്താവിന്റെ മുമ്പിൽ നമ്മെ ഇന്ന് പകൽ നേൽപ്പിച്ചുകൊണ്ട്, കർത്താവേ, ആ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ആ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആ കർത്താവിനെ മുമ്പിൽ ആരാധനയ്ക്കായി നമ്മെ ഇന്ന് പകൽ സമർപ്പിച്ചു കൊടുക്കുക. സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ, എൻ ഹൃത്തിലുയരട്ടെ. ക്രൂശിൽ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ, എൻ ഹൃത്തിലുയരട്ടെ. ക്രൂശിൽ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. നമ്മുടെ പേർക്കായി യാഗമൃഗമായവൻ നമ്മുടെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടാം ദൈവപുത്രൻ താണവരെ ഉയർത്താതെ അവനിരിക്കുമോ? യാഗമൃഗമായവൻ എന്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു അവരെ ഉയർത്താതിരിക്കുമോ? എന്ന് പറയാമോ? യാഗമൃഗമായവൻ എന്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു കണവരെ ഉയർത്താതിരിക്കുമോ? ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ, എൻ ഹൃത്തിലുയരട്ടെ. ക്രൂശിൽ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ, എൻ ഹൃത്തിലുയരട്ടെ. ക്രൂശിൽ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ.
ആരംഭത്തിലെ വ്യസനപുത്രനായ യബ്ബേസിന്റെ അതിരുകളെ വിശാലമാക്കിയവൻ, അബ്രഹാമിന് വേണ്ടി തന്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ആട്ടുകൊറ്റനെ കരുതിയവൻ എനിക്കായി കരുതാതിരിക്കുമോ? യബ്ബേസിന്റെ അതിരുകൾ വിശാലമാക്കിയോ, ഇസഹാക്കിനായി ആട്ടുകൊറ്റനെ കരുതിയോ, എനിക്കായി കരുതാതിരിക്കുമോ? വ്യസനപുത്രനായിരുന്ന ഒരു യബ്ബേസിന്റെ അതിരുകൾ വിശാലമാക്കിയോ, ഇസഹാക്കിനായി ആട്ടുകൊറ്റനെ കരുതിയോ, എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ, ഹൃദയത്തിലുയരട്ടെ, ക്രൂശിൽ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ, ഹൃദയത്തിലുയരട്ടെ, ക്രൂശിൽ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. എൻ പേർക്കായി യാഗമൃഗമായവൻ എന്റെ കണ്ണീർ കാണാതിരിക്കുമോ? ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ്, ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽ ഏതെങ്കിലും വിഷയത്തിൽ കണ്ണുനീരോടെ പ്രതികൂലമായിരിക്കുന്നെങ്കിൽ പരിശുദ്ധമ പറയുന്നു, നമ്മളെ മറക്കാത്ത ഒരു ദൈവം നമ്പുരാൻ, നമ്മളെ കരുതുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം. യാഗമൃഗമായവൻ എന്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടും താനവരെ ഉയർത്താതെ എന്റെ യാഗമൃഗമായവൻ എന്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടും താനവരെ ഉയർത്താതിരിക്കുമോ? അതുകൊണ്ട് പറയാമോ? ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ, ഹൃദയത്തിലുയരട്ടെ, ക്രൂശിൽ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഉയരട്ടെ, ക്രൂശിൽ സ്നേഹം മാത്രം എന്റെ ഹല്ലേലൂയ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ, ഹൃദയത്തിലുയരട്ടെ, ക്രൂശിൽ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ, ക്രൂശിൽ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ, ക്രൂശിൽ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ.
കർത്താവിന്റെ ക്രൂശിന്റെ സ്നേഹത്തിലേക്ക്. കർത്താവ് യാതാ എന്റെ കീർത്തൻ, കർത്താവ് യാതാ എന്റെ ആരാധന. കർത്താവിന്റെ ക്രൂശിനെ ഇന്ന് പകൽ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ, ഓ ജീസസ്, ഓ ജീസസ്. സ്വർഗത്തിൽ മുഴങ്ങട്ടെ ഹല്ലേലൂയ, എൻകൃത്യം ഉയരട്ടെ. ക്രൂശിസ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഓ ക്രൂശിസ്നേഹം, ക്രൂശിസ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ക്രൂശിസ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ. കർത്താവേ, ക്രൂശിന്റെ സ്നേഹത്തിന് മുൻപിൽ മയെന്നും നിലനിൽക്കട്ടെ. ക്രൂശിസ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ക്രൂശ ഞങ്ങളെ ഇങ്ങനെ ഇവിടെ എത്തിച്ചത്. ഞങ്ങളുടെ ക്രൂശിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആനന്ദവും കീർത്തനവും. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നൽകിയ പിതാവേ, ഞങ്ങൾ അങ്ങേ ഇന്ന് പകൽ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുക, അങ്ങ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് പകൽ ഞങ്ങൾ അതിനു വേണ്ടി സമർപ്പിക്കുന്നു കർത്താവേ. കഴിഞ്ഞ 10 മാസങ്ങൾ ഞങ്ങളെ നടത്തിയ ദൈവത്തിന് പോരാ, ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങളെ പുലർത്തിയ കർത്താവിന്, അങ്ങേ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്ന് വരെ ക്രൂശിന്റെ സ്നേഹത്തിൽ നിലനിർത്തിയ കർത്താവിന് ഞങ്ങളെല്ലാ ആരാധനയും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു. ഇന്ന് പകൽ ഈ ആലയത്തിൽ കടന്നു വന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്നവരും, താൽക്കാലിക കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഈ ആരാധനയെ സംബന്ധിക്കുന്നവരും എല്ലാവരെയും കർത്താവ് ഈ പകൽ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ ആരാധനയിൽ ദൈവം പ്രസാദിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ആരാധനയാക്കി മാറ്റി ഞങ്ങളുടെ കർത്താവെ ദേഹം ദേഹി ആത്മാ പൂർണ്ണമായി ഇന്ന് പകൽ സമർപ്പിച്ച് ഒരു യാഗമായി സമർപ്പിച്ച് ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പകൽ സമർപ്പിക്കുന്ന കർത്താവെ, ഈ മീറ്റിങ്ങിന്റെ ആദ്യോടന്തം അങ്ങോട്ട് തന്നെ ഭരിച്ചു നടത്തുമാറാകണമേ. ഇതിനകത്ത് വേദനയോടെ, സങ്കടത്തോടെ, പ്രയാസത്തോടെ, നിരാശയോടെ, നാളുകളെ കുറിച്ചുള്ള ഭാരത്തോടെ, രോഗത്തോടെ ആയിരിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകി നീ അവരെ വിടുവിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീർക്കണം. നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണം. എല്ലാ പുകഴ്ചയും, എല്ലാ ആരാധനയും, എല്ലാ ബഹുമാനവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനയും കേട്ടതിനായ സ്തോത്രം, മഹത്വമെല്ലാം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു നിമിഷം ദൈവസ്ഥലിലേക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ആൽബനിയുടെ വിശുദ്ധ സഭായുഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഭവനങ്ങളിൽ പാർത്തുകൊണ്ടും ഈ ആലയത്തിൽ കടന്നു സംബന്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകൽ നമുക്കൊന്നിച്ച് ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കാം. അതിനായിട്ടല്ലയോ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്. ഇംഗ്ലീഷ് ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ ഈ പകൽ ആരാധിക്കാം. Praise the Lord. As we come to the house of the Lord, as we bow before His presence, it's time of worship. As we come before His throne of grace to seek mercy and to obtain grace, let us give all the glory and honor to the Lord. Can we all lift up our voice and give a shout of praise to Jesus? Amen. Can we all lift up our voice and give a shout of praise to Jesus? Amen. We are in the house of the Lord. His house, in His house there is praises that rises up. Amen. There's praises that should overwhelm this place. There's praises that should go above this place. Amen. The song that we sing, the song that we're going to sing right now, it's about God. He reigns on every situation of our lives, in every realms of our life, in every phases of our lives. You might be sick this morning. Those are watching us through YouTube, through Facebook, through Zoom.
those who are here in the sanctuary, those who are watching us from home. You might be sick this morning, or your family, or your children. Someone will be sick this morning, or you might be depressed, or there might be something that is pulling you down. But let me tell you, the Word of God says, cast all your burdens upon Him, for He cares for you. Amen. Just like the pastor said a few minutes ago, 2,000 years ago, Christ came to this world. He came to this world, He preached, He lived, He died for you and for me. He overcome the death. Amen. The biggest of all, He overcome the death. And He reigns high. He reigns on high. He reigns on every sickness. He reigns on every situations of your life. It depends on how you come to the Lord. It depends on how you come to the Lord. If you say, Lord, I give everything to you this morning. Everything to you. All my problems, all my sufferings, my happiness, everything I give it to you. This is your day and you are going to see His hand upon your life. Let us sing the song. Let us sing the song. Let us worship His name. Over this moment, in every season, this is your promise. Jesus, you reign. Yes, you do, Lord. Jesus, you over this city, over our families, under your covering. Jesus, you reign. Jesus, you reign. Our God reigns. Our God reigns. Hallelujah. Hallelujah. Our God reigns. You reign on high, Lord. Over the nations, with all creation, you own the heavens. Jesus, you reign. Yes, Jesus. Jesus, you reign. You own the victory over the enemy with all authority. Yes, Jesus, Jesus, you reign. You reign on high, Lord. Jesus, you reign. Our God reigns. Our God reigns. Hallelujah. Hallelujah. Our God reigns. Sing it out to Him. Our God reigns. Our God reigns. Yes, Lord. Our God reigns. Hallelujah. Hallelujah. Our God reigns. Oh Lord, sickness will bow, idols fall down. It's happening now. At the name of Jesus, darkness will run. Hell's overcome. It's already done. At the name of Jesus.
church, let's sing it together. Oh, darkness will run. Hell's overcome. Hell's overcome. It's already At done. the name of Jesus. At the name of Jesus, our God reigns. Our God reigns. Hallelujah. Hallelujah. Our God reigns. Yes, you do, Lord. You reign on high. You reign in this place, Lord. You reign in this place, Lord. Oh, yes, you do, Jesus. We worship your name. Hallelujah. Hallelujah. Our God reigns. Declare it today. Declare it today. Sickness will bow. Sickness will bow. Idols will come falling down. In the name of Jesus. In the name of Jesus. Oh, we worship you, Lord. Hallelujah. Hallelujah. Our God reigns. Yes, Lord. Sickness will bow. Idols fall down. It's happening now. At the name of Jesus, darkness will run. Hell's overcome. It's already done. At the name of Jesus, sickness will bow. Idols fall down. It's happening now. At the name of Jesus, darkness will run. Hell's overcome. It's already done. At the name of Jesus. At the name of Jesus. At the name of Jesus. It's already done. It's already done. He has done it this morning. Oh, darkness will fall. Oh, yes. It's already done. In the name of Jesus, sickness will cry out to him this morning. Cry out to him this morning. It's happening now. It's happening right now. At the mighty name of Jesus. Darkness will run. Yes. It's already done. At the name of Jesus. Darkness will Oh, run. yes. Hell's We worship you, overcome. Lord. You It's reign on high. already done. You reign on high. At the name Yes, of Jesus. At the name of Jesus. At the name of Jesus. We cry out to you this morning, Lord. We Let's keep cry worshiping out His to name. Let's clap our hands. Let's worship His you. name. You reign on Let's high. worship His name. You reign on high. Oh, we worship your name. We worship your name. worship Oh, he is here this morning, church. worship you, Lord. He is here this morning. you, Lord Jesus. He is going to do something this morning. I feel it in my spirit. The sickness will bow down. Lay it at the feet of Jesus. Lay it at the feet of Jesus. Oh, we praise you, Lord. We worship your name. Cry out to him. Cry out to him. Lay it at his feet. Lay it at his feet. Oh, we praise you, Lord. Idols fall down. It's happening now. At the name of Jesus, darkness will run. Hell's
darkness will bow, idols fall down. It's happening now. At the name of your name, darkness will run. Hell's overcome. It's already done. At the name of Jesus, oh, we say, our God reigns. Our God reigns. Hallelujah. Hallelujah. Our God reigns. Our God reigns. You reign, Lord Father. Our God lift your name higher, Lord. We lift your name higher. reigns. Hallelujah. 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 Our God reigns. Oh, yes. You reign on high. This morning, if you're standing On here, high. this morning those who are listening to us, those who are watching us, this is what the Lord, Spirit of the Lord is inspiring me to tell you. There are points in your life that you think it's done. There's no hope in that place. You think there's no hope, there's no way, there's nothing coming up from this place. You might have closed it up, you might have said it's done. But this is what the Lord says. I reign. I, the Lord, reign. In every situation, in every places, in every point of your life, I reign. I am the one who says I'm the one who says there is a way where there is no way. I am the one who says that let there be light when there is darkness. I'm the one who says to the dead, be alive. And that's what's happening this morning. That's what the Lord says. No matter whatever your situation, you might think it's impossible. You might think it's not happening. It's not happening. Amen. Even during this pandemic, even in this pandemic time, you might think there's no ray of hope. There's nothing that's blessed that's going to come in my life. But today I am saying this. I personally am saying this. He reigns in my life. He reigns in my life. He reigns in my situation. He reigns in every phase of my life. That's what I encourage everyone who's here to say this to yourself, over your families, over your situations, over every phases. Say that He reigns. We thank you, Jesus. We thank you, Lord. We worship you, Jesus. നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ സിക്നസ്സുകൾ ഫോൾ ഡൗൺ ചെയ്യുമെന്ന് എത്ര പേര് ഈ ഹോളിനകത്തൊരിക്കൽ വിശ്വസിക്കുന്നുണ്ട്? 1-ാം നൂറ്റാണ്ടിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവരെ ചങ്ങലകൾ ഫോൾ ഡൗൺ ചെയ്തെങ്കിൽ, വാതിലുകൾ തുറന്നു വന്നെങ്കിൽ, ഇന്ന് പകൽ നമ്മൾ പാടി ദൈവ യഹോവ വാഴുന്നു എന്ന് അവനെ ആരാധന കൊടുക്കുമ്പോൾ രോഗങ്ങൾ താഴെ വീഴുമെങ്കിൽ, ഇന്ന് പകൽ വിശ്വസ ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തുതി കരേറ്റുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ചില രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ ഫോൾ ഡൗൺ ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ. ആത്മാവിൽ ആരാധിക്കട്ടെ, അന്യഭാഷയിൽ ആരാധിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കട്ടെ. ഒരു കൊലച്ചിലും നോക്കണ്ട, ആരാധിപ്പ യോഗ്യനാ ദൈവം നമ്മുടെ ദൈവം തന്നെയാ. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. He's slain. It's happening now. At the name of Jesus, darkness will run. Hell's overcome. It's already done.
ഭക്തന്മാർ ഒട്ടും നാണക്കേട് നോക്കാതെ ദൈവത്തെ അവർ ആരാധിച്ചപ്പോൾ ധൂമർ വസ്ത്രം പഞ്ഞിനൂലും ധരിച്ചുകൊണ്ട് ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ ആരാധന കരേറ്റിയപ്പോൾ കാര്യങ്ങളെ ദൈവം മാറ്റിമറിച്ചെങ്കിൽ ദൈവ സാന്നിധ്യം കാര്യങ്ങളെ മാറ്റിമറിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം നോക്കണ്ട, നിൽക്കുന്ന സ്ഥലം നിങ്ങൾ നോക്കണ്ട, പരിസരങ്ങളെ നോക്കണ്ട. ദൈവമാ പറയുന്നു, ചില സിക്നസ്സുകൾ, ചില അന്ധകാര വ്യാപാര ശക്തികൾ ദൈവം ഇന്ന് പകൽ ഉടച്ചു മാറ്റും. ഈ ആരാധനയിൽ ആത്മാവിൽ വിശ്വസ ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. കരങ്ങളെ കൂട്ടിയടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. പരിസരങ്ങളിലേക്ക് നോക്കണ്ട, ദൈവം ചില ചെയ്യുകയോ. ആരാധനാമ സദാരാധനാദനാദനാദന. In the name of Jesus, in the name of Jesus, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. Hallelujah, hallelujah. Radhanama Shandanadana Redhanama Siyanthaniyanthana. മലയാളം ഗാനം പാടണമെന്ന് നിർബന്ധമൊന്നുമില്ല ദൈവത്തെ ആരാധിപ്പാൻ. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോടങ്ങ് മുങ്ങി തുടങ്ങിയാൽ മതി. ദൂതൻ വന്ന് കലക്കി തുടങ്ങുമ്പോൾ ആര് ചാടി ഇറങ്ങുന്ന അവരവ ദൈവ സാന്നിധ്യം, അവർക്ക് സൗഖ്യം സൗഖ്യം സൗഖ്യം. In the name of Jesus, I declare the victory. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക, യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. ഞാൻ ആത്മാവിൽ കാണുന്നു ദൂതസഞ്ചയങ്ങൾ യാക്കോബിന്റെ മുമ്പിൽ കോവണിയിൽ ഇറങ്ങി വരുന്നത് പോലെ ഈ ഹോളിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ്. സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു കോവണിക്കകത്ത് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച ബേഥേലിൽ വെച്ച് യാക്കോബ് കണ്ടതുപോലെ ദൈവാത്മാവ് ഞാൻ കാണുന്നു. ദൈവം നിങ്ങൾക്ക് കൈയെത്തും ദൂരത്ത് ദൈവ സാന്നിധ്യം. ശാന്താരാധന ഇന്ന് ഭഗവനെ സ്പർശിക്കാൻ തയ്യാറാകുക, ഇന്ന് ഭഗവൻ തൊഴാൻ തയ്യാറാകുക. വഴികൾ ദൈവം തുറക്കട്ടെ, അടഞ്ഞു കിടക്കുന്നതിനെ തുറക്കുക. ആരാധന ആവശ്യം. ആരാധന ശാന്താരാധന. നമ്മുടെ കണ്ണുകടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് അവസാനം മലയാള ഗാനങ്ങളൊക്കെ പാടി കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടച്ച് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ സാന്നിധ്യം ഈ ഹോളിനകത്തുണ്ട്. വാഗ്ദത്ത പ്രകാരം അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇന്നും സാന്നിധ്യം തരാം. വേറെ എന്താ എനിക്ക് വേണ്ടുന്നേ? ഒത്തിരി സങ്കടങ്ങൾ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്നും ഞാൻ നിനക്ക് ദൈവ സാന്നിധ്യം തരാം. വേറെ എന്താ സൗകര്യങ്ങൾ നമുക്ക് ഈ ഹോളിനകത്ത് വേണ്ടുന്നേ? മറ്റൊന്നും നമുക്ക് വേണ്ട, ഒന്നും മതി അവൻ്റെ സാന്നിധ്യം. എത്ര പേർ ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് കൊതിക്കുന്നുണ്ട്. നിങ്ങൾ ആരെ കർത്താവിനെ ഉയർത്താൻ കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവിന് ആരാധന കൊടുത്താൽ, നിങ്ങൾ കർത്താവിന് നന്ദി പറയാൻ തയ്യാറായാൽ,
കൊണ്ടുവന്ന വഴികളൊക്കെ ഓർത്ത് നന്ദി പറയാൻ തയ്യാറായ, വാഗ്ദത്തങ്ങളൊക്കെ ഓർപ്പിച്ച് നന്ദി പറയാൻ തയ്യാറായ, ആരാധന നാവിൽ നിന്ന് പുറത്തേക്ക് ഉയരാൻ തയ്യാറായ ദൈവം ഇതിനകത്ത് വലിയവ ചെയ്യുമെന്ന് ഇന്നലകളിൽ കണ്ടിട്ടുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകൽ ഒന്നിച്ച് എന്റെ കൂടെ ആരാധിക്കുക. അവർ ആരാധനയ്ക്ക് യോഗ്യനോ. എല്ലാം ഒന്ന് മാറ ദൈവത്തെ ആരാധിക്കട്ടെ. ഓ രാധാനാമാസാദാനാദന. ചില സിക്നസ്സുകൾ ഫോൾ ഡൗൺ ചെയ്യട്ടെ, ചില അന്ധകാര ശക്തികൾ ഫോൾ ഡൗൺ ചെയ്യട്ടെ. എനിക്ക് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അമ്മാവിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടെങ്കിലോ സാഹചര്യം അനുവാദിക്കാത്തത് കൊണ്ട് ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ചില വഴികളെ തുറക്കുകയോ. കഴിഞ്ഞ ദിവസം കൽക്കട്ടയിലെ മിഷണറിയായ ജോസഫ് ജോയിയുടെ കുടുംബത്തിന്റെ സാക്ഷ്യം തന്റെ മരണക്കിടക്കയിൽ, തന്റെ ഭാര്യയുടെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് താൻ പറയുന്നത് ഞാൻ കേട്ടു. അവരെ കണ്ണുനീരിന്റെ താഴ്വരയൊക്കെ അവർ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു ഞാൻ കണ്ടു. നാവിൽ ഒരു പരാതി അവർ പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ കേൾക്കണം, കാണണം. അത് എന്തിനാ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പരാതി പറയുന്നേ? ഇന്ന് പകൽ കർത്താവ് ചെയ്ത ഉപകാരത്തിന് നന്ദി എന്ന് പറഞ്ഞ് അവർക്കെല്ലാമായ ആ ചേച്ചിയുടെ ജഡത്തിന്റെ മുമ്പിൽ കിടന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാമെങ്കിൽ ഇന്ന് പകൽ കൊച്ചു സങ്കടത്തിന് നടുവിൽ നമുക്ക് ആരാധിച്ചൂടെ? ആരാ മസിൽ പിടിച്ച് നിൽക്കേണ്ടതിനകത്ത് ദൈവാത്മാവ് നിങ്ങളോട് ശക്തമായി ഇടപെടുന്നു. ദൈവത്തെ ആരാധിപ്പാൻ ഓട്ട് കുറയ്ക്കേണ്ട. ആരാധനയിൽ ദൈവ സാന്നിധ്യമുണ്ട്. ആരാധന പ്രസാദിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ എനിക്ക് വേണ്ടി അത്ഭുതങ്ങള് ഹോളിനകത്ത് ദൈവം ചെയ്യും. ആരാധന തുള്ളിച്ചാടി നിർത്ത ദൈവത്തെ ആരാധിക്കട്ടെ. നമ്മുടെ കണ്ണുകടച്ച് പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കാം. ഇന്ന് പകൽ ദൈവം ഭാഗം നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന് സാന്നിധ്യത്തിനകത്തുണ്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾ 4 സെഷനിലായി കറ തീർന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും വചനവും നമ്മൾ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചും ക്രൂശ് എടുത്തുകൊണ്ടും നമുക്ക് ദൈവം നൽകിയ കഷ്ടതകളൊക്കെ നമ്മളതെടുത്ത് മരണത്തിനായി ഏൽപ്പിച്ച ഒരു ശിഷ്യനെ എന്താ ഇനി പുറകോട്ട് ചിന്തിക്കാനുള്ളത്? കർത്താവിനെ അനുധാവനം ചെയ്യാൻ നമ്മളെ സമർപ്പിച്ചു കൊടുത്തില്ലേ? ഇന്ന് പകൽ നിങ്ങൾ ആയിരിക്കും സ്ഥലങ്ങളിൽ താണ് ശാന്തമായിരുന്ന് കണ്ണുകടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ആ സ്ഥലങ്ങളിലേക്ക് താണിരിക്കുക. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഈ പകൽ നമ്മൾ അനുഭവിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ, ശരീരത്തിൽ, എല്ലാ മണ്ഡലങ്ങളിലും ദൈവം നമ്മെ സഹായിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. ബ്രദർ മനോ റസാലിയ ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥനയും നമ്മെ വഹിക്കും. തുടർന്നടക്കുന്ന മീറ്റിംഗ് അനുഗ്രഹമായി മാറുവാൻ, ഇന്ന് പകൽ കടന്നു വന്ന ജനത്തെ അനുഗ്രഹിപ്പാൻ, വിശേഷാൽ ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി തീരുവാൻ, അതോടൊപ്പം തുടർന്നതായ കർത്താവിൻ്റെ മേശ വ്യത്യസ്ത ശുശ്രൂഷകളിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, വെറുതെ നമ്മൾ വന്ന് കടന്നു പോകുന്നവരായിട്ടല്ല, തികച്ചും ദൈവ സാന്നിധ്യം അനുഭവിച്ചു ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുത്ത് മടങ്ങുവാൻ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ വളരെ ചുരുക്കമായി കർത്തൃഭൃത്യൻ മനോ റസാലിയ പ്രാർത്ഥന നമ്മെ വഹിക്കും. Our Heavenly Father, thank you for bringing us together to the church today. Thanks for keeping us safe the last week. Despite of all the things going around this world and in this town, people are suffering with diseases, without jobs, difficulties, uncertainties. Thanks for helping us to come under one roof to pray. Help us to give honor to your name and listen to your word. And help us to grow in your word. This I pray in Jesus' precious name. Amen.
ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമുക്കൊന്നിച്ച് ഇങ്ങനെ അടുത്തു വരുവാൻ ദൈവം നൽകിയ നല്ല സമയത്തിനായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൂടപ്പെട്ട വന്ന് സംബന്ധിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട്, വിശേഷാൽ നിങ്ങളുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ 2 ദിനങ്ങൾ 4 സെഷനുകളിലായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ദൈവ സാന്നിധ്യം അനുഭവിക്കാനിടയായി തീർന്നു. ഇന്ന് പകലും ദൈവം നമ്മോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ മേശ നമ്മുടെ മധ്യയുണ്ട്. അതും പ്രാഗൽഭ്യത്തോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ, ഭയത്തോടെ കർത്താവിനെ ക്രൂശനെ ധ്യാനിച്ച് നമുക്ക് സംബന്ധിപ്പാൻ ഇന്ന് പകലും സഹായിക്കട്ടെ. എല്ലാവരുടെയും ചിന്ത 2 വേദഭാഗങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകലും നിങ്ങളുടെ മുമ്പിൽ വചനമായി നിൽപ്പാൻ പ്രാഗൽഭ്യവും ദൈവകൃപയും നൽകിയതിന് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും വേദപുസ്തകം തുറക്കുകയും ഈ സന്ദേശം ശ്രദ്ധിക്കുകയും കർത്താവിൻ്റെ ദൂത് നിങ്ങൾ ഏറ്റെടുത്ത് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാനിടയാകട്ടെ. ഇന്ന് പകൽ ചിന്തയ്ക്കായി 2 വേദഭാഗങ്ങളാണ് വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. For the meditation today, we are going to turn to 2 portions in the Bible. 84-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യവും മറ്റ് 2-ാമത്തത് 2 Chronicles chapter 20 verse 26-ഉമാണ്. Psalms 84 verse 6 and 2 Chronicles 20 verse 26. ഒന്നുകൂടെ പറയാം. സങ്കീർത്തനം 84-ന്റെ 6-ഉം Psalms 84 verse 6. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം. 84-ന്റെ 6 ഞാൻ ഇങ്ങനെ വായിക്കുന്നു. Psalms 84 verse 6 we read like this. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. Reads like this: as they pass through the valley of Baca, they make it a place of springs. The autumn rains also covers it with pools. 2 ദിനവൃത്താന്തം 20-26-ാമത്തെ വാക്യം. 2 Chronicles chapter 20 verse 26. 4-ാം ദിവസം അവർ ബരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബരാഖ താഴ്വര എന്ന പേർ പറയുന്നു. On the 4th day they assembled in the valley of Baraka, where they praised the Lord. This is why it is called the valley of Baraka to this day. എൻ്റെ സന്ദേശത്തിന് ഒരു തലവാചകം കൊടുത്താൽ ഇന്ന് പകൽ ഇങ്ങനെ കൊടുക്കാം. If I give a title to my sermon today, Turning Baca into Baraka. ബാക്ക താഴ്വരയും ബാക്ക താഴ്വരയെ ബരാഖ താഴ്വരയായി ദൈവം മാറ്റുന്നു. turning Baca into Baraka, how God turns the valley of Baca to Baraka. ഈ 2 താഴ്വരകളെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കണമെന്ന് കർത്താവ് ശരണപ്പെടുകയാണ്. I am trusting the Lord to remind you of certain things about these 2 valleys. ആദ്യ ഭാഗം 84-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകുന്നു. For the first one, I want to bring your attention back to the book of Psalms chapter 84. ഇസ്രായേലിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന നമ്മൾ നോക്കിയാൽ, And if you would look the geography of Israel, അവർ യെരുശലേമിൽ ഉത്സവത്തിനായും ഒക്കെ ദിനം അവരിടയ്ക്ക് യാത്ര ചെയ്യുമായിരുന്നു. so the Israelites always traveled to Jerusalem for festivities and other things. അവരുടെ ഇസ്രായേലിൻ്റെ ഈ സിയോനിലേക്കുള്ള ഈ യെരുശലേമിലേക്കുള്ള യാത്രയുടെ നടുവിൽ അവർ പാസ് ചെയ്യേണ്ട ഒരു താഴ്വരയാണ് ബാക്ക താഴ്വര എന്ന് പറയുന്നത്. Geographically, the valley of Baca is a certain point that every Israelite should cross in order to reach Jerusalem. മലയാളത്തിൽ കണ്ണുനീരിന്റെ താഴ്വര എന്ന് കൊടുക്കുന്നു. In Malayalam, we read the valley of tears. അതിൻ്റെ ഇവിടെ കാണിച്ച NIRV version, as they pass through the dry valley of Baca എന്നാ കൊടുത്തിരിക്കുന്നത്. And in NIRV version, it's called when they pass through the dry valley of Baca. ഇവരുടെ ഈ സിയോൻ യാത്രയിൽ, യെരുശലേം യാത്രയിൽ, So in the travel or the journey to Jerusalem, അവർക്ക് ഈ വാലി താണ്ടിയേ പോകാൻ പറ്റുകയുള്ളൂ. every man and woman should pass through this valley of Baca in order to reach Jerusalem. കണ്ണുനീരിന്റെ താഴ്വര അനിവാര്യമാണ് അവർക്ക്. So
this dry valley of Baca or the valley of tears is very necessary for them to cross. അവർക്കൊരിക്കലും അതിനെ താണ്ടാതെ അപ്പുറം പോകാൻ കഴിയില്ല. They can never skip this valley and reach Jerusalem. 2 ശമൂവേൽ 5-23 വാക്യങ്ങൾ വായിക്കണ്ട, നോക്കണ്ട, നിങ്ങൾ കേട്ടാ മതി. വാക്യങ്ങളിൽ ഈ താഴ്വരയെ കുറിച്ച് റഫായിം എന്ന പേരും കൂടെ കൊടുത്ത് പറയുന്നുണ്ട്. In 2 Samuel chapter 5, if you would read it at home, you can see that it is referred to as the valley of Rephaim. ആ താഴ്വരയ്ക്ക് അങ്ങനെ പേര് പറയാൻ കാരണം ബാക്കാ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ബാൽസം ട്രീസ്, മറ്റൊരു വേർഷനിൽ മൽബറി ട്രീസ് ഒത്തിരി ഉള്ള താഴ്വര എന്നാ പറയുന്നത്. No, it is called the valley of Baca because there were plenty of this Baca trees or mulberry trees. It is as it referred in another place. ഈ ബാക്കാ താഴ്വര നമ്മുടെ ഭാഷയിൽ പറയാം കണ്ണുനീർ താഴ്വര യുടെ പ്രത്യേകത അവിടെ കൊടുത്തിരിക്കുന്നു ദ ഡ്രൈ വാലി എന്നാണ്. You know, this valley is commonly known to us as the valley of tears. So in our language, this valley is referred to as a dry valley. അവിടെ വെള്ളത്തിന്റെ അനുഭവമില്ല. There is no water in that valley. നമുക്കറിയാം കണ്ണുനീരിന്റെ താഴ്വര ദൈവമക്കൾക്ക് ഒരു ഡ്രൈ ഫീലിംഗ് ഉണ്ടാക്കും. So the valley of tear would make the feeling of a dryness in the life of a Christian or പക്ഷേ child ഒരു of ആത്മീയ God. സന്ദേശം പറയാം, സിയോൻ യാത്രക്കാർക്ക് അത് അനിവാര്യമാണ്. But let me remind you today that if you are traveling to Zion or Jerusalem, it is necessary to go through this. ബാക്കാ താണ്ടാതെ ഒരുവനും യെരൂശലേമിൽ പോകാൻ കഴിയില്ല. No man can reach Jerusalem without crossing this valley of ഇന്ന് നമ്മൾ Baca. പറഞ്ഞതുപോലെ ക്രൂശ് ഇല്ലാതെ തേജസ്സില്ല. As we heard yesterday, there is no crown without the cross. ഒരു ക്രിസ്തു ഭക്തന് സിയോൻ യാത്രക്കാരന് ബാക്കായെ താണ്ടിയേ അക്കരെ പോകാൻ കഴിയുള്ളൂ. For a Christian or a child of God, we have to walk through this valley of Baca in order to reach Zion. പക്ഷേ ഇനി ശ്രദ്ധിക്കണം, 86 സങ്കീർത്തനത്തിൽ കോരകപുത്രന്മാർ പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. But if you would pay close attention to what the sons of Korah says in Psalms 84, നിങ്ങൾ നോക്കിയേ, ആ വാക്യങ്ങളിൽ നോക്കിയേ, മേളം നോക്കിയേ. if you would look into your Bibles, you can see ഞങ്ങൾ ഈ ഡ്രൈ ആയിട്ടുള്ള കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ പോകുമ്പോൾ they say as they pass through the valley of this Baca or the dry valley of this Baca, they make it അതിനെ സ്പ്രിംഗ് ആക്കി മാറ്റും. if you would pay attention to it, it says that they make it to a place of springs. ദൈവം മാറ്റുന്ന പറഞ്ഞേ. Did that say that God will make it to a place of springs? അവർ എന്ന പദം ദൈവത്തെ വിളിക്കുന്നല്ലോ, ആണോ? I don't think it is referred, God is referred there എന്നെ by നോക്കിക്കേ the word they. ആണോ? അല്ല, അവർ എന്ന് പറയുമ്പോൾ മേളിൽ കോരകപുത്രന്മാർ നമ്മുടെ മുമ്പിൽ വെക്കുന്ന കുറച്ച് വ്യക്തികളെയാണ്. So like when we see that they make it the place of springs, that means that it is someone else that the sons of Korah are referring to. നമ്മൾ ഇന്ന് പകൽ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ പോകുന്നതെങ്കിൽ, if you are walking through the valley of tears or valley of Baca today, നമുക്കതിനെ ബ്ലെസ്സിങ്ങിന്റെ താഴ്വരയാക്കി മാറ്റാം, അനുഗ്രഹപൂർണ്ണമാക്കാം. we can change it to a place of springs or place of blessing. മേളിൽ പറഞ്ഞ വ്യക്തികൾ എങ്ങനെയാ ഇതിനെ കണ്ണുനീരിന്റെ താഴ്വരയെ ബ്ലെസ്സിംഗ് ആക്കി മാറ്റിയത്? But we have to find out how these people that Korah, sons of Korah referring there, changed it from the valley of tears to valley of springs. 4-5 വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. Verses 4 and 5 if you would look. 4-ാം വാക്യം. എനിക്ക് മേളിൽ മുതൽ കോരകന്മാരുടെ പശ്ചാത്തലമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും 15 മിനിറ്റ് കൊണ്ട് എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ. കോരകപുത്രന്മാർ പറയുക, അവർ നിന്റെ ആലയത്തിൽ നിത്യം വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. In verse 4, blessed are those who dwell in your house. അവർ നിന്നെ നിത്യം, പറഞ്ഞേ, നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. They are ever praising you, it says. എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് യെരൂശലേമിലേക്കുള്ള യാത്രയിൽ, It says, it means that when they are traveling to Jerusalem from their house, ബാക്കാ താഴ്വര എത്തുന്നതിന് മുമ്പ് സ്തുതിക്കും, എത്തുമ്പോൾ സ്തുതിക്കും, കയറി കഴിഞ്ഞാൽ സ്തുതിക്കും. so they are ever praising God means that they would Hallelujah. start praising God when they start from their house before reaching the valley of Baca. When they reach the valley of Baca, once they cross the valley of Baca, they would keep praising. ആലയത്തിൽ നിത്യം വസിക്കുന്നവർ, And they are dwelling in the house of the Lord. നിത്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ. The ones who are praising the Lord forever. 5-ാം വാക്യം. Verse 5. ബലം ദൈവത്തിലുള്ള മനുഷ്യൻ. Those who put their strength in the Lord. അങ്ങനെയാണെങ്കിൽ ആരാണ് കണ്ണുനീരിന്റെ താഴ്വരയെ
ബരാക്ക താഴ്വര ബ്ലെസ്സിംഗ് താഴ്വരയാക്കി മാറ്റുന്നത്? So who are these people who are changing the valley of tears into a valley of blessing? നിങ്ങൾക്ക് കണ്ണുനീരിന്റെ അവസ്ഥകളെ വേണേ കരഞ്ഞു തീർക്കാം. You can cry all the time and end your life in the valley of Baca. സങ്കടം പറഞ്ഞു തീർക്കാം. You could just complain all the time. പരാതി പറഞ്ഞു തീർക്കാം. You could keep complaining. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ബ്ലെസ്സിംഗ് ആക്കി മാറ്റുകയും ചെയ്യാം. But if you decide, you can change into a valley of blessing as നിങ്ങളുടെ well. കണ്ണുനീരിന്റെ താഴ്വരയെ ബ്ലെസ്സിംഗ് ആക്കി മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആലയത്തിലേക്ക് വരിക. In order to change your valley of tears into a valley of blessing, there is one way, that you must dwell in the house of the Lord. ഞാൻ പറയുന്ന ഈ ലിറ്ററലി ആലയത്തിലേക്ക് വരുന്ന കാര്യമല്ല. I'm not talking about you all running into this sanctuary. ദൈവ സാന്നിധ്യത്തിൽ തുടർമാനം തുടരുക. But if you would continue in the presence of the Lord. ഹല്ലേലൂയ. Amen. ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, A person who is always dwelling in the presence of the Lord. ബലം ട്രസ്റ്റിംഗ് കർത്താവിൽ വെച്ച വ്യക്തി, A person who would put their trust and strength in the Lord. ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചയിൽ നിത്യം കണ്ടിന്യൂസ് ആയി ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി, A person who decide to praise the Lord, doesn't matter what they are going through in their life. അവർക്കറിയത്തില്ല ഇത് ബാഖയാണോ അതോ അല്ലാത്ത താഴ്വരയാണോ. അവർ ഒരുപോലെ എല്ലാം ഇപ്പോൾ ഇന്ന് പകൽ നിങ്ങളുടെ ബാഖയെ അനുഗ്രഹമാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവ സാന്നിധ്യം. They don't care if it is a valley of Baca or Baraka they are going through, but they would keep praising the Lord. ഞാൻ അത് ആ ഭാഗം എങ്ങനെ നമുക്ക് ബാഖായെ നമുക്ക് ബ്ലെസ്സിംഗ് ആക്കി മാറ്റാം. ഒരു ദൈവഭക്തൻ, പഴയ നിയമത്തിലെ ഒരു വലിയ ഭക്തൻ പറഞ്ഞ പദമാണ് ഞാൻ രണ്ടാമത് വായിച്ച വാക്യം. നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോയി എൻ്റെ മെയിൻ സന്ദേശത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. Let me remind you how we can change this valley of Baca into Baraka. And the second portion that we read from the book of Chronicles is a saint in the Old Testament who is telling what to do. 20 എടുത്തേ. If you would go back to 2 Chronicles chapter 20. വിശ്വപ്രസിദ്ധമായ പഴയ നിയമത്തിലെ ഒരു സംഭവ കഥയാണത്. It is a very famous incident from the Old Testament. നിങ്ങൾക്ക് ആ കഥ മുഴുവൻ നല്ലവണ്ണം അറിയാം. And I know all of you know this story very well. നിങ്ങൾക്കറിയാം, ഞാൻ പഴയ നിയമം ഒത്തിരി പ്രസംഗിക്കുന്ന ആളല്ല, ഞാൻ പുതിയ നിയമത്തിൽ നിങ്ങൾ ഇന്നും പ്രസംഗിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശക്തമായി ഈ ഭാഗങ്ങൾ ഓർപ്പിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇത് പ്രസംഗിക്കുകയാണ്. And I don't preach from the Old Testament all the time, but as I'm inspired by the Lord in a very mighty way, that's why I'm going to this portion. ഇവിടെ ഈ വാക്യങ്ങൾ കാണിക്കും, നിങ്ങൾ ആ വാക്യങ്ങളിലൂടെ നിങ്ങളുടെ കണ്ണുകളെ കൊണ്ടുപോകണം. If you would as it is displayed in the screen, if you would please look through it. ഇസ്രായേൽ യഹൂദയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു യഹോശഫാത്ത്. Jehoshaphat was a great king in the history of Judah. എന്താണ് പറയാൻ കാരണം? Why did I say so? ദൈവത്തിന്റെ വഴിയിൽ നടന്ന മനുഷ്യരിൽ ഒരാളാണ്. No, this is the king who walked in the ways of the Lord. എന്താ നമ്മൾ ചിന്തിക്കുന്നത്, എന്താ പഠിക്കുന്നത് അറിയാമോ? What are we thinking about now is നമ്മുടെ കണ്ണുനീരിന്റെ താഴ്വരകളെ ബ്ലെസ്സിങ്സിന്റെ താഴ്വരയാകുന്ന ബരാക്ക താഴ്വരയാക്കി മാറ്റാൻ നമുക്ക് പറ്റും. So we are thinking about how we can change our valley of tears into valleys of blessing. ദൈവമായി എല്ലാം ടേൺ ചെയ്യുന്നതെങ്കിലും നമ്മളാണ് അതിന് ടേൺ ചെയ്യാൻ വഴികളെ ഒരുക്കി കൊടുക്കുന്നത്. Even though it is God who turns it, we are the one who would who would adjust our life and make the ways for God to change the situation. 20 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു, 3 സൈന്യങ്ങൾ യഹോശഫാത്തിന്റെ യുദ്ധത്തിന് വന്നു. So in chapter 20 verse 1 we see that there are 3 big armies coming to fight against Jehoshaphat. രണ്ടാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടുക. രണ്ടാം വാക്യത്തിൽ പറയുന്നു, ചിലർ വന്ന് പറയുകയാണ്, ഒരു വലിയ സമൂഹം നിനക്കെതിരെ നിൽക്കുന്നു. ആർക്കെതിരെ നിൽക്കുന്നു? ഭക്തനായ യഹോശഫാത്തിനെതിരെ ഒരു വലിയ സമൂഹം നിൽക്കുന്നു. Verse 2, people are reminding Jehoshaphat that a big army is standing to fight against him. അപ്പോൾ 3 സൈന്യങ്ങൾ എതിരെ വരുന്നു. So 3 big armies against him now. 3 രാജ്യങ്ങൾ എതിരെ വരികയാണ്. 3 countries in fact. ഒരു വലിയ സമൂഹം ഓൾറെഡി പാളയം അടിച്ചു കഴിഞ്ഞു അവരെ ഉപദ്രവിക്കാൻ. And one army already encamped there in order to fight with Jehoshaphat. മൂന്നാമത്തെ വാക്യത്തിൽ യഹോശഫാത്ത് അല്ലെ കിങ്ങിന്റെ ഡിസിഷൻ എന്താ? In verse 3 we see what is the king deciding. നിങ്ങൾ പറഞ്ഞ എന്താ ഡിസിഷൻ? What is his decision there? യഹോവയെ ഭയപ്പെട്ടു. And he feared the Lord. എന്നിട്ട് ദൈവത്തിൽ കാര്യം അന്വേഷിക്കാൻ തയ്യാറായി. And he went to seek of the Lord. എന്നിട്ട് താൻ ചെയ്യുന്നറിയാമോ? And what did he do? ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. He proclaimed a fasting throughout all Judah. ഹലോ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. Amen. Children, if you would pay attention to me.
ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ when you are faced with a problem in your life, എങ്ങനെ നീന്തിക്കടക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ, when you are worried, how can I cross this? ആ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ലോക മനുഷ്യരെ വിളിച്ച് കാര്യം പറയാതെ, Rather than seeking advice of the worldly men, നിങ്ങൾ 10 കോൾ ചെയ്യുന്നതിന് മുമ്പ് before you make 10 different calls, നമ്മുടെ ട്രംപ് എന്ത് പറയുന്നു, ബൈഡൻ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാതെ, rather than thinking what the politicians have to say about it, സകലത്തിന്റെ മേൽ അധികാരമുള്ളവന്റെ മുമ്പിൽ പോണം. we have to seek the advice from the Lord, who is the കർത്താവേ, Almighty. ഈ കാര്യത്തിൽ നീ എന്ത് പറയുന്നു? Lord, what is your thoughts on this? ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ സഹോദരങ്ങളെ ചെയ്തത്. That is how our forefathers did. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, When we are faced with challenges in your life, ഒരു ദേവദാസനോട് വന്ന് കാര്യം പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ, when you come and talk to a man of God, കുടുംബമായി ഉപവസിച്ചും പ്രാർത്ഥിച്ചുമാണ് അതിനകത്തു നിന്ന് പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത്. as a person by person, as families by families, you have to declare a fasting and prayer in order to find deliverance from the problem. 4-ാം വാക്യം, ജനത്തിന്റെ ഡിസിഷൻ എന്താ? Now in verse 4, what did the people decide? ജനം എന്ത് ചെയ്തു? 4th verse വായിച്ചോ. യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദർ ജനം ഒന്നിച്ചും കൂടി. So we see that the people of Judah came together to seek help from the Lord. They gathered together. അവർ ഒന്നിച്ചു കൂടി. It says that they came from every town in Judah to seek him. They gathered together. അവരുടെ ലീഡർഷിപ്പ് ഉപവാസം പ്രസിദ്ധമാക്കിയപ്പോൾ, When the king declared a fasting, അവർ ഒന്നിച്ചു കൂടി. and the people came together when the leader declared a fasting. ഇന്ന് പകൽ ആൽബനി ഷാരോൺ ചർച്ചിൽ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, Let me remind you in the spirit of the Lord. നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. There is one way for you to come out of the ദൈവമുഖം problem. അന്വേഷിക്കുക, Seek the face of the Lord. ദൈവത്തോട് സഹായം ചോദിക്കുക. Ask help from the Lord. വാക്കാത്താഴ്വരെ മാറ്റിയെടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക. Let us come back to the presence of the Lord together in order to change our bakas into barakas. 5 മുതൽ 12 വരെ വാക്യങ്ങൾ വിശ്വപ്രശസ്തമായ യഹോശാഫാത്തിന്റെ പ്രാർത്ഥന. Chapter 5 through verses 5 through 12 is very famous prayer of Jehoshaphat. പ്രാർത്ഥനയ്ക്കകത്ത് പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ താൻ ദൈവത്തോട് പറയുന്നു. No, 3-4 things importantly he tells to the Lord. ഞാൻ വേഗത്തിൽ 11-ാമത്തെ വാക്യം verse 11 ഇങ്ങനെ പറയുന്നു. Verse 11 we see, കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ പ്രതികൂലം വന്നപ്പോൾ, he said, when problems came to our forefathers, 10-ാമത്തെ വാക്യം കൂടെ ചേർത്ത് 10-ാമത്തെ വാക്യത്തിൽ കാണാം, അവർ എന്താ ചെയ്തെന്നോട് പറയുന്നു. and he says, what did they do? അവർ ഈ പ്രാകാരത്തിൽ ഓടിക്കൂടി. They came to this sanctuary, Lord. അവർ ദൈവത്തോട് കരഞ്ഞു. They cried out to you, Lord. അങ്ങനെയാണെങ്കിൽ If it is so, 12-ാം വാക്യത്തിൽ verse 11 and 12, ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ വാഗ്ദത്ത പ്രദേശമായത്, Lord, this is our land of inheritance. ഈ വാഗ്ദത്ത ശത്രു കൊണ്ടുപോയി വിട്ടുകൊടുക്കരുത്. Lord, don't let the enemy take our inheritance. ഒന്ന് പിതാക്കന്മാർ പ്രതികൂലത്തിൽ ചെയ്തതിന് ദൈവത്തെ ഓർപ്പിച്ചു. And he reminded God how the forefathers 2 conquered. ദൈവം പറഞ്ഞ വാഗ്ദത്ത ദൈവത്തോട് ഓർപ്പിച്ചു. But he reminded God of the promises. 12-ാം വാക്യം, Verse 12, അവരുടെ ഹെൽപ്ലെസ്സും പറഞ്ഞു. and he said, Lord, we are helpless now. എന്താ അവർ വഴിയേക്കുന്നത്? 12-ാം വാക്യത്തിലല്ലേ? In verse 12, isn't it say? കർത്താവേ, ഞങ്ങൾക്ക് ശക്തിയില്ല. He says, Lord, we have no power to face this vast ഈ army. പദം എത്ര വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്? കർത്താവേ, എന്തു ചെയ്യണമെന്ന് പറഞ്ഞേ. ഈ വിഷയത്തിൽ എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. Many a times we also have said to the Lord, Lord, we don't know what to do in this നിങ്ങളുടെ ബൈബിളിൽ ആ situation. എങ്കിലും എന്ന പദം ഒന്ന് റൗണ്ട് ഇട്ട് വെച്ചോ. No, but if you would circle that word, but. ഒന്ന്, ഈ കണ്ണും നിന്റെ താഴ്വരയിൽ Amen. ഞങ്ങൾക്ക് നിൽക്കാൻ ശക്തിയില്ല. Lord, we don't have any power to stand against this vast enemy. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല. Lord, we don't know what to do now. എങ്കിലും But it says, but ഞങ്ങളുടെ കണ്ണുകൾ your eyes നിങ്ങളിലേക്ക് തിരിയുകയാണ്. are upon you, Lord. ഇന്ന് പകൽ ദൈവമുഖത്തേക്ക് കണ്ണുകളെ നോക്കുവാൻ, പ്രതികൂല നടുവിൽ പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ, ദൈവ സാന്നിധ്യത്തിലേക്ക് വരാൻ ദൈവസഭയെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. Oh, when you are faced with major challenges in your life, let me remind you that put our eyes upon the Lord. Come and declare a fasting and run into the sanctuary to seek the face of the Lord. ആരൊക്കെയാ അവിടെ വന്ന ദൈവസ്ഥലിൽ ഉപവസിക്കാൻ? And who all came to fast? 13-ാം വാക്യം നിങ്ങൾ നോക്കിയേ. Verse 13, if you would say. 13-ാം വാക്യം നോക്ക് സഹോദരങ്ങളെ, കണ്ണോട് നോക്കിക്കേ. എന്താ എഴുതിയേക്കുന്നത്? If you would read that verse 13. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാ. അവരുടെ വീട്ടിലെ
ഹസ്ബൻഡുമാർ അല്ലെങ്കിൽ പിതാക്കന്മാർ, all the men of Judah with their wives. അത് കഴിഞ്ഞ് അവരെ ഭാര്യമാർ, And അവരെ children. മക്കൾ, പിന്നെ And അവരെ little വീട്ടിലെ ones. ഇൻഫൻസുകൾ എന്ന വാക്കുണ്ട് അല്ലേ? Little ones. Yeah. എൻ്റെ വേർഷൻ ഇൻഫൻസ് എന്നാണ്. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വയസ്സ് വരെ പറയുന്നത് ഇൻഫന്റുകൾ? Always. എത്ര വയസ്സ് വരെയാ? പാറ ആരും മിണ്ടില്ല. തർജ്ജമ ചെയ്താൽ പറഞ്ഞു ആരും മിണ്ടില്ല. ഇൻഫന്റ് Always. 1 വയസ്സല്ലേ? എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിശോക്തി എഴുതി വെച്ചേക്കുന്നതാണോ ബൈബിളിൽ? So he said like all like why all these things are written down in Bible? ചുമ്മാതെ എഴുതി വെച്ചേക്കാണ് നമ്മുടെ സഹോദരന്മാരെ. Is it written in vain? അവരെ പ്രശ്നം വലുതാന്ന് അവർക്ക് മനസ്സിലായി. They realized their problem is big. ശത്രുവിന് മുമ്പിൽ പരാജയപ്പെടുമെന്ന് അവർക്ക് തോന്നി. They realized that they would be defeated by the പറയാം, enemy. അവരെ പിതാക്കന്മാരുടെ അവകാശം പറഞ്ഞ വാക്തത്വം കയ്യിൽ നിന്ന് പോകുമെന്ന് They തോന്നി. realized that they are going to lose the inheritance. ഉടൻ ലീഡർഷിപ്പ് പറഞ്ഞു നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. And their leader declared a fasting. അവർ ഒന്നിച്ചുകൂടി എന്ന് പറഞ്ഞാൽ When they gathered together, that means ഞാനിപ്പം കോവിഡ് കാലത്ത് ഇവിടെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് I'm കേട്ടോ. not talking about during COVID, you all running here. പക്ഷേ അവർ ഒന്നിച്ച് ഐക്യതയോടെ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കി. But with unity in their ശമാന heart, they ധനകസിയാന്തരം. gathered together for prayer. അവരങ്ങോട്ട് ആരാധനയും പ്രാർത്ഥനയും തുടങ്ങിയപ്പോൾ When they started praising and worshiping the Lord. 14-ാമത്തെ വാക്യം വായിക്കുന്നത് Verse 14 we read, ആസാഫിന്റെ കൊച്ചുമകനെ യഹസ്യേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. Oh, God's spirit came down to this grandson of Ahaz. ദൈവസഭ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, When the church starts praying together, ദൈവസഭ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, the children of God gather കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ together. പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നാൽ You bring your little ones to അവരുടെ മേൽ prayer. ആത്മാവ് ഇറങ്ങും. The spirit of the Lord will fall upon them. മനസ്സിലാവുന്ന പറയുന്നേ? Hallelujah. മനസ്സിലാകും. നിങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുക. യെഹോശാഫാത്ത് കണ്ട കാഴ്ച എന്നറിയാമോ? യെഹോശാഫാത്ത് തെരഞ്ഞെടുത്ത ആസാഫിന്റെ മേലല്ല, ആസാഫിന്റെ കൊച്ചു മോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. Oh, it was not upon Asaph who was chosen by the king, the spirit of the Lord came, but to a very little child the spirit of the Lord came down to. ഒരു ദൂത് പറഞ്ഞു. And he declared a message. He spoke a word of God. ഒരു കുഞ്ഞ് നമ്മുടെ മുമ്പിൽ കണ്ണു തുറന്നിരുന്നേ. എന്നെ കൂടെ ഒന്നും പഠിപ്പിക്കില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ ഒന്നൊരു ദൂത് പറഞ്ഞാലേ, So if the little children speak a message to us, വെളിവുകേടാന്ന് പറയും നമ്മൾ അല്ലേ? he will say that he's too small, he doesn't know anything. ഹേ, എത്ര ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വില കൽപ്പിക്കുന്ന എത്ര പേരൻസ് ഉണ്ട് ഇവിടെ? How many of us really give any value to any children has to say? What 9 മണിക്ക് 9:30 മണിക്ക് കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് വർഷിപ്പിന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ അവരെ കൂടെ തുള്ളിച്ചാടാൻ എനിക്കിഷ്ടമാണ്. Amen. എനിക്കിഷ്ടം അവരെ കൂടെ തുള്ളിച്ചാടി ആരാധിക്കാൻ. കാരണം അവർ പറയുന്ന ദൈവദൂതാന്ന് ഞാൻ വിശ്വസിക്കുന്നവനാ. Hallelujah. നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങൾ ആലയത്തിൽ ഒന്നിച്ചുകൂട്. എൻ്റെ തലമുറമേൽ ആത്മാവിനെ ഇറക്കാൻ ദൈവം ശക്തനാ. Oh, the Lord will bring down the spirit to our children. ഹാലലൂയ. രഞ്ജിത്ത് പറയുന്ന കുഞ്ഞുങ്ങളുടെ ദൈവ സാന്നിധ്യം ഇറക്കാൻ ദൈവം ശക്തനാ. Amen. തലമുറകളെ വലിച്ച് ആലയത്തിനകത്ത് കൊണ്ടുപോവാ. ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലേക്ക് നിറക്കി കൊടുക്കുന്നേ. അവർ ആത്മാവിൽ പ്രവചിക്കട്ടെന്ന്. യഹസ്യേലിന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്ന് ദൂത് പറയുമ്പോ അതിനു മുമ്പിൽ രാജാവ് മുട്ടുമടക്കി. Hallelujah. When this little child, spoke the word of the Lord, the king, like bowed down before that word. കേക്കണേ, ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ബാഖ താഴ്വരെ ബരാക്കിയാക്കി മാറ്റാൻ ദൈവം നാം ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് പറഞ്ഞു വരുന്നത്. I'm talking about, what are the steps that we need to take in order to change Baca into Baraka. ദൈവ സാന്നിധ്യം അന്വേഷിച്ചിറങ്ങണം. When you are faced with a problem, you have to seek the presence of the Lord. പ്രതികൂലം വരുമ്പോൾ ഒന്നിച്ചു കൂടണം. When problems come, we have to gather together. പ്രതികൂലം കൂടുമ്പോൾ വീട്ടിലെ ടോപ്പ് വ്യക്തി മുതൽ താഴെ ഇൻഫന്റ് വരെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരയാൻ തയ്യാറാകണം. When problems come to your family, from the old age to the very little one should declare a fasting. ദൈവസാന്നിധ്യത്തിൽ നിന്ന് ദൂത് ഞാൻ വായിക്കും. ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ Once this child spoke the word of the Lord, 18-ാമത്തെ വാക്യത്തിൽ when we come to verse 18, രാജാവ് അങ്ങ് മുട്ടുമടക്കി. we read that Jehoshaphat bowed with his face to the ground. Verse 19 മൂപ്പന്മാർ മുഴുവൻ മുട്ടുമടക്കി. And we see that all the elders of Judah fell down. ദൈവദൂതിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കാൻ ദൈവസഭ തയ്യാറാണോ? Are we really ready to bow down when the word of the Lord come to us? ദൈവദൂതിന്റെ മുമ്പിൽ
നമസ്കരിക്കാൻ ദൈവജനം തയ്യാറാണോ? Are we able to bow down when the word of the Lord come to us? ദൂതന് മുട്ടുമടക്കി യെഹോശാഫാത്ത് നേതൃത്വം കൊടുക്കുകയാണ്. And Jehoshaphat is, leading the congregation now. കേട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കഥയെ ഞാൻ വായിച്ചു വിടുക. 21-ാമത്തെ വാക്യം. As you know the story well, I'm just going fast. 20-ാം വാക്യം ഒക്കെ വായിപ്പിക്കണം ആഗ്രഹമാണ്. 21-ാമത്തെ വാക്യം വായിച്ചേ. Verse 21, if you would read. ലീഡർഷിപ്പ് പറയുകയാണ്. ജനത്തോട് പറഞ്ഞു, വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് എന്ത് ചെയ്യണം? പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ. Amen. ഹലോ, വാഴ്ത്തുവാനും സ്തുതിക്കാനും അവന്റെ ദയ എന്നുമുള്ളതെന്ന് പറഞ്ഞ് സംഗീതക്കാരൻ അങ്ങോട്ട് പാടാൻ തുടങ്ങി. Jehoshaphat appointed men to sing to the Lord and to praise him for the splendor of his holiness as they went out at the head of the army saying. എനിക്ക് ഏകദേശം 10-23 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ഗൾഫിൽ ഷാർജയിലായിരുന്നപ്പോൾ, When I was about 23 years old, when I was living in Sharjah, എൻ്റെ ചർച്ചിൽ വന്ന് ഇതുപോലൊരു ദൈവദാസൻ പ്രസംഗിച്ചവൻ കണ്ണുനീരോടെ പ്രസംഗിക്കുന്നു. ഇതങ്ങോട്ട് പറഞ്ഞ് പ്രസംഗിച്ചു വരികയാണ്. and a man of God I remember was speaking from this topic and he was speaking with tears. അപ്പൊ ഇതൊക്കെ കൊച്ചുനാൾ മുതൽ എൻ്റെ പപ്പ പ്രസംഗിക്കുന്ന കാലം മുതൽ ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. So ഇഷ്ടംപോലെ this is a story that I have been growing up listening pretty much like very often. ഒത്തിരി കേട്ട് വന്നപ്പോൾ ഇതിനോടുള്ളതായ നമ്മുടെ അടുപ്പം കൂടുതലുണ്ട്. ഇതിനോടുള്ള റെസ്പെക്ട് അങ്ങ് കുറഞ്ഞു. എൻ്റെ കാര്യം, നിങ്ങളുടെ കാര്യം, എൻ്റെ കാര്യം പറഞ്ഞു. So because we hear it so often, I didn't give that importance to it. As you hear more and more, you don't give much respect. അപ്പം പ്രസംഗിക്കാൻ യെഹോശാഫാത്തിന്റെ കഥയെ പറയുന്നപ്പോൾ ഞാൻ കഥ മുഴുവൻ കാണാതെ അങ്ങ് പറഞ്ഞു, ഇതാ പറയാൻ പോകുന്നതെന്ന്. So as the pastor started speaking about Jehoshaphat, I said the whole story in my mind and came to a conclusion. This is what the pastor is going to speak. പ്രസംഗിച്ച് വന്നപ്പോൾ, But as the pastor was speaking, minute by minute. പലരും ഇപ്പോൾ ചിന്തിക്കുന്ന പോലെ ഞാനൊന്ന് ചിന്തിച്ചു. So as like many of you are thinking now, I also started thinking. 3 സൈന്യം. So 3 armies. ഒരു സൈന്യത്തിനെതിരെ വരുന്നു. They are coming against one army. ഇവിടെ ഇപ്പോൾ ചിലർ വലിയ ബുദ്ധിവാദികളൊക്കെ ചിന്തിക്കുന്നത് പോലെ ട്രംപിനെതിരെ ഇന്ന സൈന്യം വരുന്നു, അപ്പം പാടാനും സ്തുതിക്കാനും പറയുമോ? പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? So I was thinking if 3 major armies are coming against one army and the leader is asking us to start singing and praising, giving thanks to the Lord, would we do that? ദൈവം പറയുന്നത് ബുദ്ധിക്ക് നമുക്ക് പലപ്പോഴും ചേർന്ന് പോകാത്തതാ. Many a times what God asks you to do is not going to be you cannot understand it with your wisdom. യെഹോശാഫാത്തിനോട് ദൈവം പറഞ്ഞു, നീ യുദ്ധം ചെയ്യണ്ട. But God told Jehoshaphat, you don't need to fight. ഇങ്ങനെ നമ്മോട് പറഞ്ഞാലും നമ്മളും പിന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങും. ദൈവം ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ കയറി യുദ്ധം ചെയ്യും. Even though God tells us not to fight, we would still decide to fight. ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യണ്ടേ? രണ്ട് ആയുധം കർത്താവിന് കൊടുത്തേക്കാം. So we would say that even though God said that, I have to do what I'm supposed to do, so I will fight along. സഹോദര, നിന്റെ കാര്യം കർത്താവ് ഏറ്റിട്ടുണ്ട്. But if God has taken over the battle, എത്ര പ്രാവശ്യം നിങ്ങളോട് ദൈവം ദൂത് പറഞ്ഞതാ ഞാൻ ഏറ്റിട്ടുണ്ടെന്ന്? God has told you several times, I have taken the battle over. ഏറ്റിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ, If God said he took it over, ഏറ്റ വ്യക്തിയുടെ ഇടയ്ക്ക് പോയി ഇടയ്ക്ക് ചോദിച്ചാൽ പോരെ നമ്മള്? we just have to go to the God and ask him at times. മിണ്ടില്ല. നിങ്ങൾക്ക് ഞാൻ ജോലി തരാം എന്ന് ഒരാൾ പറഞ്ഞാൽ, if someone promise you that they will give you job, തരാമെന്ന് പറഞ്ഞ വ്യക്തിയുടെ മാത്രം പോയി മുട്ടിയാ പോരെ നമുക്ക്? you only have to go to that person about the job. ഹലോ സഹോദരങ്ങളെ, കേൾക്കണം, ചെവിയോർന്ന് കേൾക്കണം. If you would pay attention to me, നിങ്ങൾ പിന്നെ ബാക്കിയുള്ള റെക്കമെൻഡേഷന് പോന്നേ? then why are you going around to all these other people for recommendation? കർത്താവ് പറയുന്നു, God says, യുദ്ധം യെഹോശാഫാത്ത് ഞാൻ ഏറ്റെടുക്കാം. oh Jehoshaphat, I have taken the battle over. നീ പറഞ്ഞല്ലോ Amen. നിനക്ക് ശക്തിയില്ലെന്ന്. You said you are powerless. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ. But many of us have not said that to the Lord yet. നീ പറഞ്ഞല്ലോ എനിക്ക് ഇതിനെ കൊണ്ട് കഴിയത്തില്ലെന്ന്. Jehoshaphat, you said that you have no power to നീ defeat them. അത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് Because you submitted your ഞാൻ powerlessness. ഏറ്റെടുത്തോളം കാര്യങ്ങൾ I will do that for you. ഇന്ന് പകൽ ദൈവം അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Yeah, God wants to do a miracle. എന്റെ today. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. My God is a God of എന്റെ ദൈവം miracles. യുദ്ധങ്ങളെ ജയിപ്പിക്കുന്ന My കർത്താവാണ്. God is a God who will എന്റെ ദൈവം defeat സേനയിൽ enemies for us. നായകനാ ദൈവമാണ്. My God is the chief of എന്റെ the ദൈവം army. അനുഗ്രഹത്തിന്റെ ദൈവമാണ്. My God is a God who will എന്റെ bless ദൈവം us. അനുഗ്രഹിക്കുന്ന കർത്താവാണ്. My God is a God who will എന്റെ ദൈവം bless. പറയുന്നു, ഞാൻ യുദ്ധം ചെയ്യും. My God says that I will fight for you. നമ്മൾ എന്ത് ചെയ്യണം? What should we do? നമ്മൾ ചെയ്യേണ്ടുന്നത് യെഹോശാഫാത്ത് പറയുന്നത് കേട്ടോണ്ട് വിശുദ്ധാലങ്കാരം ധരിച്ച്
ആരാധന അങ്ങ് തുടങ്ങിയാൽ മതി. Oh, we just have to obey, what Jehoshaphat said, that you should put on the splendor. We have to, start worshiping the Lord in the beauty of His holiness. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അങ്ങനെ പദവില്ലേ ഇവിടെ? No, it says that once they നമുക്ക് started ഒന്നിച്ച് പാടി praising കർത്താവിനെ and ആരാധിക്കാൻ giving പോവാം. ചില മിനിറ്റ് thanks, കർത്താവ് കേട്ടോ, നമ്മൾ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ as they started praising the Lord, തന്റെ ജനത്തിന് വിരോധമായി വന്ന 22-ാം വാക്യം, തന്റെ ജനത്തിന് വിരോധമായി വന്ന the enemy who started coming against സകല them, ശക്തികളെയും and all those enemies, യഹോവ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. oh God defeated them. എന്നിട്ട് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴാണ് ഈ താഴ്വരയ്ക്ക് ഒരു പേര് കൊടുക്കുന്നത്. എന്താ അറിയാമോ? And as we come further, we see that the valley was given a name. 25-26 വാക്യം. Verse 25 and 26. യഹോശാഫാത്തും തന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ അനബോധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി. തങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്നതിലധികം അവരെന്ത് ചെയ്തു? കൊള്ള പങ്കിട്ടു. കൊള്ള അധികമായതുകൊണ്ട് 3 ദിവസം കൊള്ള. എത്ര ദിവസം കൊള്ളയിട്ടു? 3 ദിവസം കൊള്ളയിട്ടു. ഉടനെ അവരവിടെ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ 4-ാം ദിവസം, അതിനുശേഷം 4-ാമത്തെ ദിവസം, Verse 26. 4th ഡേ അവർ ബരാക്ക താഴ്വര എന്ത് ചെയ്തു? വീണ്ടും കണ്ടോ? ഒന്നിച്ചുകൂടി കണ്ടോ? See, like after plundering all those, it took them 3 days to collect all those things, and on the 4th day they gathered together again. നമ്മളാണ് ഈ 3 ദിവസം കൊള്ള പങ്കിട്ട സ്വത്തും സ്വർണവും വെള്ളിയൊക്കെ ഇവിടെ കേട്ടോ. അവരൊക്കെ സ്വത്ത് ഭയങ്കര സ്വർണവും വെള്ളിയൊക്കെയാണ്. It's, they're plundering, all this gold and, silver and all those, precious things. After collecting it for 3 days, what would we do? നമ്മൾ പിറ്റേ ദിവസം ഒന്നിച്ചു കൂടും. എന്തിനാണെന്നറിയാമോ? ഇത് Divide. അച്ചാച്ചന് ഇച്ചിരി, അമ്മാമ്മയ്ക്ക് ഇച്ചിരി, എല്ലാവർക്കും പൊള്ള പങ്കിട്ട് നമ്മൾ കൊടുക്കുന്നവരാണെങ്കിൽ പങ്കിട്ട് കൊടുത്തിട്ട് സ്വത്രം ഗ്ലോറിയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. പക്ഷേ ഇവർ So കൂടി on the 4th day, we would come together in order to divide. If you have a heart to share, and we will share it, divide it, and then we would go home happily. അവർ ഒന്നിച്ചു കൂടിയത് എന്തറിയാം? But on the 4th day, Jehoshaphat and his കർത്താവേ, people came together, for what? ഈ കൊള്ള പങ്കിട്ടത് പങ്കിടേണ്ട സ്ഥലത്ത് എൻ്റെ കൊള്ള അവർ പങ്കിടേണ്ട സ്ഥലമായിരുന്നു. Oh, they realized that, Lord, my body should have been the one, that should be plundered on this spot. ഈ സൈന്യം നിരന്ന് മരിച്ചു കിടക്കുന്ന കണ്ടോ? അവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചു Lord, വീഴേണ്ടതായിരുന്നു. it should have been my children, who would be dead bodies today. അവരോട് എതിർത്ത് നിൽക്കാൻ കഴിവെനിക്കില്ലായിരുന്നു. Lord, I was powerless to defeat against the enemy. പക്ഷേ ഞാൻ നിന്റെ മുമ്പിൽ Hallelujah. സഹായത്തിന് വന്നപ്പോൾ, But Lord, when I seeked help of you, Lord, എന്റെ കൈ നനയാതെ, ഞാൻ യുദ്ധം ചെയ്യാതെ, without me fighting, രാമാന Lord, സാന്താന, ഇന്ന് വരെ ദൈവം കൊണ്ടുവന്നത് നിങ്ങൾ മറക്കരുത് സഹോദരങ്ങളെ. ഇന്ന് വരെ കൊണ്ടുവന്ന് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാൻ ഈ പഴയ സ്റ്റോറി ഒന്നും പ്രസംഗിക്കുന്ന ആളല്ല, പക്ഷേ ആത്മാവിൽ നിയോഗമുള്ളവർ പറയുക, ഇന്നലകളിൽ ദൈവം കൊണ്ടുവന്ന വഴികളെ ഓർത്തിട്ട് ഇന്ന് പറയണം, ഞങ്ങൾ ഈ താഴ്വരയ്ക്ക് ബ്ലെസ്സിംഗ് താഴ്വര എന്ന് പേര് കൊടുക്കും. ഞങ്ങളുടെ ബാക്കാ താഴ്വരയെ ബരാക്കാ താഴ്വരയാക്കി മാറ്റാൻ ഞങ്ങൾ ചെയ്ത കാര്യം എന്തെന്നറിയാമോ? ഞങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചെന്ന്. Oh, they came together to give praise to the Lord for changing their bakas into barakas. ഇന്ന് പകൽ ഈ വിൽഡർനെസ്, ഈ ഡ്രൈനെസ് Hallelujah. ചേഞ്ച് ചെയ്ത് ബ്ലെസ്സിംഗ് ആക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. Oh, God wants to change your dryness in your life into a place of blessing. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സന്ദേശം ബാക്കായിക്കും ബരാക്കായിക്കും തിയോളജിക്കൽ സന്ദേശമുണ്ട്. No, this valley of Baka and Baraka has something spiritual to tell you. യേശയ്യാ 35 എടുത്ത് യേശയ്യാ 35 If you would turn to Isaiah chapter 35, വായിച്ച് വിട്ടങ്ങ് പ്രാർത്ഥിക്കാൻ പോകുക. we are going to conclude by just reading that. മരുഭൂമിയും ഒന്നാമത്തെ 10 വാക്യമേ ഉള്ളൂ, അതിനുള്ളൂ 35-ാം അധ്യായം 10 വാക്യമേ ഉള്ളൂ. ഒന്നുമുള്ള വാക്യം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ബാക്ക എന്ന് പറയുന്ന വാക്ക് അർത്ഥം ദ വാലി ഓഫ് ഡ്രൈനസ്, ദ വാലി ഓഫ് ടിയർ അല്ലെങ്കിൽ ക്രൈങ് എന്നുള്ളതാണ്. ഓക്കെ, വരണ്ടതായ സ്ഥലം ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിക്കും. The wilderness and the solitary place shall be glad. 35-ാം അധ്യായം വീണ്ടെടുത്ത ജനത്തിന്റെ ആത്മസന്തോഷം, ദ ജോയ് ഓഫ് റെഡീംഡ് വൺ എന്നുള്ളതാണ്. If you have a title for that chapter 35, it says the joy of the redeemed. അപ്പോ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് സന്തോഷത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. So chapter 35 describes the joy of a redeemed man or woman. നിങ്ങളുടെ മരുഭൂമിയും നിങ്ങളുടെ കണ്ണുനീരിന്റെ അവസ്ഥയും നിർജ്ജന പ്രദേശവും ഒക്കെ ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാകുന്ന ദിവസമുണ്ട്. There is a day that all the dryness and the wilderness areas of your life will change into some beautiful land. ഞാൻ ആ വാക്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ്. 2-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, അവർ യഹോവയുടെ മഹത്വം, ആരാ? ഡ്രൈനസിൽ ഇരിക്കുന്നവർ, കണ്ണുനീരിരിക്കുന്നവർ,
ദൈവത്തിന്റെ മഹത്വവും നമ്മുടെ ദൈവത്തെ തേജസ്സും കാണുന്ന ദിവസം മുമ്പിൽ വരുന്നുണ്ട്. There is a day that they will see the glory of the Lord, the splendor of our God. അവരിപ്പം ഈ ബാക്കാ താഴ്വരയിൽ നടന്നിങ്ങനെ സിയോനിലേക്ക് യാത്ര പോകുക. ബാക്കാ താഴ്വരയിൽ തളർന്ന കൈകളും കുടഞ്ഞ കാലുകളും, 3-4 വാക്യം പറയുക, തളർന്ന കൈയും കുടഞ്ഞ കാലുമായിട്ടിരിക്കുക. So they are, walking with, so tired and the weak hands and the feeble knees. They are walking to Zion. കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവമക്കൾ തളർന്നിരുന്നു പോകുന്നത് പോലെ, നമ്മളിൽ പലരും തളർന്നിരിക്കുന്നത് പോലെ As many of us, get weak and, so tired, those people are tired then. 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ When we come to verse 5, തളർന്നിരിക്കുന്നവരോട് പറയുക, നിങ്ങൾ എഴുന്നേൽക്കാൻ പറഞ്ഞു, ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ പറഞ്ഞു. so, those people are reminded to get up. 4-ാം വാക്യം, മലയാളത്തിൽ 4-ാം വാക്യമാണ്, ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. In verse 4, it is reminding them, be strong, fear not, behold your Lord will come with vengeance, even God with a recompense. എന്നാണ് നമ്മുടെ ബാക്കാ താഴ്വര നിത്യമായി മാറുന്നത്? So when is our valley of Baca would change? നമ്മുടെ ഡ്രൈനസ് എപ്പോഴാ മാറുന്നത്? Now when would our dryness be removed? നമുക്ക് എപ്പോഴാ ആനന്ദം വരുന്നത്? When would we find joy? നമ്മളും ഒരു സിയോൻ യാത്രക്കാരാണ്. We are also in a journey to Zion. നമ്മൾ പോകുന്ന വഴിയിൽ ബാക്കയുടെ അനുഭവങ്ങളുണ്ട്. As we walk, we face the areas of Baca. നമ്മുടെ ജീവിതത്തിൽ ബാക്ക അനിവാര്യമാണ്, നിശ്ചയമായിട്ടും ഉണ്ടാകും. It is necessary that we should walk through Baca. അവിടെ നിങ്ങളുടെ കൈകൾ കാലുകൾ കുഴഞ്ഞിരിക്കരുത്. And don't get your hands and legs to be weak and feeble. കുഴഞ്ഞിരിക്കുന്നവർ എഴുന്നേറ്റോണം. If it is so, be strong. എഴുന്നേൽക്കണം എന്ന് പറയാൻ കാര്യം എന്തെന്നറിയാമോ? You know the reason why I ask you to stand up? രക്ഷയുടെ മശിഹ രണ്ടാമത് മടങ്ങി വരുന്നു. Our Messiah is about to come for a second time. എങ്ങനെ വരുന്നറിയാമോ? You know how he comes? അവന്റെ കൈ ചിലർക്ക് പ്രതിഫലമുണ്ട്. There is, a reward for certain people. അവന്റെ കൈ ചിലർക്ക് പ്രതികാരം കൊടുക്കാറുണ്ട്. And he comes with vengeance for some. നിങ്ങൾ ആർക്കായി പ്രതികാരം, ആർക്കായി പ്രതിഫലം? So who gets this vengeance and who gets this reward? ചിലർക്ക് പ്രതികാരം, ചിലർക്ക് പ്രതിഫലം. So when Jesus comes, some people would receive, like a reward, where others receive vengeance. 2 തെസ്സലോനിക്ക വാക്യം എടുത്ത് 2 തെസ്സലോനിക്കയിൽ If you turn to 2 Thessalonians, 1-ാം അധ്യായത്തിന്റെ 6-10 വാക്യങ്ങളിൽ chapter 1 verse 6 through 10, നിങ്ങൾ വായിച്ചാൽ മതി. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരെ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നിജാലയിൽ പ്രത്യക്ഷനായി. 7-ാം വാക്യം, ദൈവത്തെ അറിയാത്തവർക്ക്, കേട്ടോ, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, യേശുവിന്റെ 2-ാമത്തെ മടങ്ങി വരവിൽ യേശുക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് രക്ഷിക്കപ്പെടാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ, 8-ാം വാക്യം വേഴ്സ് 8, 8-ാം വാക്യം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ, ഞങ്ങളെന്ന് പറഞ്ഞാൽ പൗലോസിനോടും ഭക്തന്മാരോടും കൂടെ ആശ്വാസവും പകരം. ആ പകരം എന്ന ഭാഗത്തിന്റെ വാക്ക് എന്നറിയാമോ? പ്രതിഫലം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. in that portions we can see who would receive the punishment and who would receive the reward. അപ്പോ യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ മടങ്ങി വരവിലാണ് നമ്മുടെ ബാക്കാ താഴ്വര തീരുന്നത്. Our Baca will end when Jesus returns. കർത്താവിന്റെ മടങ്ങി വരവോടുകൂടി As Jesus returns, ഒരു കൂട്ടർക്ക് പ്രതിഫലം, ഒരു കൂട്ടർക്ക് പ്രതികാരം. one group will receive reward and others will be punished. തിരിച്ച് യെശയ്യാപ്രവചനത്തിലേക്ക് വന്നേ. When we come back to book of Isaiah, അതിന്റെ 8-ാമത്തെ വാക്യങ്ങൾ നിങ്ങൾ വായിക്കണമെങ്കിൽ 9-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 9-ാമത്തെ വാക്യം നിങ്ങൾ പിന്നെ വായിച്ചോണം. ഈ യേശുക്രിസ്തുവിന്റെ വരവ് നടക്കുമ്പോൾ അവിടെ സിംഹവും അവിടെ ഉണ്ടാകത്തില്ല. മേളത്തെ കണ്ടിന്യൂഷൻ വരുന്ന ദുഷ്ടമൃഗവും ഉണ്ടാകത്തില്ല. അവിടെ കയറി വരത്തില്ല. ആ വകയെ അവിടെ കാണുകയുമില്ല. വീണ്ടെടുക്കപ്പെട്ടവർ മാത്രം അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ബാക്കയിൽ നിന്ന് തൃപ്തിയിലേക്ക് വരും, ബ്ലെസ്സിംഗിലേക്ക് വരും. Verse 9 says, no lion will be there, nor will any ferocious beast get upon it, but only the redeemed will walk there, and the ransomed of the Lord will return. They will enter Zion with singing. Everlasting joy will crown their heads. ആൽബനി ഷാരോൺ ചർച്ചിലെ സഹോദരങ്ങളോട് നിങ്ങളോട് ദൂത് പറയട്ടെ. Let me remind you, the Church of Albany, നമ്മളിപ്പോൾ മരുഭൂമി യാത്രയില്ല, ബാക്കായില്ല.
We are walking through Baka in our lives now. മരുഭൂമിയാത്ര ഡ്രൈനസിന് സമയമാണ്. Yes, it is the place of dryness. കൈകളും കാലുകളൊക്കെ കുഴയാൻ സാധ്യതയുണ്ട്. There is a chance that you might feel weak. ദൈവം പറയുന്നു കുഴയരുത്, എഴുന്നേറ്റ് നിൽക്കാൻ. But God is asking you to be strong. ഓടിക്കോ. And keep running. ഈ ബാക്ക എന്നുമില്ല. This Baka is not forever. ഭക്തന്മാർ പ്രതികൂലത്തിലും തുള്ളിച്ചാടി ആരാധിക്കുന്ന കാര്യം The എന്തെന്നറിയാമോ? reason why the men of God would still shout in വേഗത്തിൽ ഈ joy കട്ടത when they തീരും. walk through problem, because they know this is temporary. വേഗത്തിൽ കട്ടത മാറും. This suffering is ഇത് temporary. നൊടി നേരത്തേക്കേ ഉള്ളൂ. This is for a moment. വീണ്ടെടുപ്പുകാർ നിത്യം ആനന്ദിക്കുന്ന ഒരു താഴ്വര വരുന്നുണ്ട്. ആ താഴ്വരയാണ് ബ്ലെസ്സിങ്ങിന്റെ താഴ്വര. Oh, there is a valley of Baraka coming where the redeemed will be joyful forever. ഇവിടെ കൊള്ള പങ്കിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കിട്ടുന്നതിനെ കുറിച്ചല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. I am not going to stress about dividing the plunders here, but I have to remind you on something else. നമ്മൾ ഈ ബാക്കയിലൂടെ കരഞ്ഞും സന്തോഷിച്ചും ചിരിച്ചും ആനന്ദിച്ചും ആത്മാവിൽ ആരാധിച്ചും ഈ മരുഭൂമി ഓടിത്തീർക്കും. As we are running with tears and joys and mixed emotions in this journey, അവിടുന്ന് രക്ഷകൻ ഇറങ്ങി വരും. but our Savior will come one day. നമ്മൾ അവന്റെ കൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ Hallelujah. പറന്നുയരും. And the one who are redeemed will fly away with him one day. വീണ്ടെടുപ്പ് എന്ന പദം ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ വാക്കായിരിക്കാം. Maybe the word redeemed is a new thing for you. ഞങ്ങളെ വീണ്ടെടുത്തതിന്റെ സെലിബ്രേഷൻ ആണ് കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. We are celebrating this is the celebration of our redemption, that we celebrate the table of the Lord കൊലോസ്യ today. ലേഖനം 1:14 ഇങ്ങനെ പറയുന്നു. Colossians chapter 1 verse 14 we read. ഇങ്ങനെ കൊലോസ്യർ 1:14 ഇങ്ങനെ പറയുന്നു. Colossians chapter 1 verse 14. ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. We have redemption through his blood. എഫെസ്യർ 1:17 ഇങ്ങനെ പറയുന്നു. Ephesians 1:17 we read. അവിടെ ഈ വാക്യം തന്നെ കൊടുത്തിരിക്കുന്നു. എഫെസ്യർ 1:17. Ephesians chapter 1 verse 17. ക്രിസ്തു യേശുവിലൂടെ അവൻ രക്തത്താൽ നമുക്ക് പാപമോചനം വീണ്ടെടുപ്പുണ്ട്. We are given ഒന്നിന്റെ ഏഴ്. redemption. എഫെസ്യർ 1:7 Verse അവനെ നമുക്ക് അവൻ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. We have redemption through his blood, the forgiveness of our sin according to the riches of his grace. 2020 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗ്ഗ ഉന്നതം വെടിഞ്ഞ് കർത്താവ് ഇറങ്ങി ഭൂമിയിലേക്ക് വന്നു. 2020 years ago, Jesus left behind all the heavenly glory and came down to this സകല world. മാനവരാശിയുടെ പാപത്തിന്റെ വീണ്ടെടുപ്പ് വില ക്രൂശിൽ കൊടുത്തു. And he paid the price of our redemption on the cross. നീ ഇന്ന് പകൽ അത് കേൾക്കുന്ന വാർത്ത വിശ്വസിച്ചാൽ മാത്രം മതി. You only have to believe what you are hearing today. സഹോദര, താങ്കളുടെയും വീണ്ടെടുപ്പ് വില, പാപത്തിന്റെ വീണ്ടെടുപ്പ് വില കാൽവരി ക്രൂശിൽ കർത്താവ് കൊടുത്തു. Brother, the price of your redemption is also paid on the cross that day. ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപം ചെയ്ത് പാപത്തിന്റെ അടിമയായി അതിന്റെ നിത്യതയാകുന്ന നിത്യ നരകത്തിലേക്ക് പോകുമ്പോ അവിടുന്ന് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു യേശു അവൻ രക്തമെന്ന ഹല്ലേലൂയ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മെ രക്ഷിപ്പാനിടയായി തീർന്നു. As humanity was walking to the eternal punishment because of our sins by birth and by our works, but Jesus paid the price to redeem us from our sins. ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് അവന്റെ കൂടെ നിത്യതയിൽ പാർക്കുന്നത്. And those who are redeemed like this will live with him forever. ആ സന്തോഷത്തിൽ ഇന്ന് വരെ കടന്നു വരാൻ താങ്കൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, if you have not entered into that glory until today, യേശുവിന്റെ രക്തം ഇന്നും നിങ്ങളുടെ പാപം കഴുകാൻ ശക്തിമായിട്ടുണ്ട്. oh, the blood of Jesus is even strong today to wash you from any sin. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവേ, യേശുവിന്റെ ക്രൂശ് രക്തം എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയതാണെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നത് പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ പാപത്തിന്റെ വീണ്ടെടുപ്പ് ഈ നിമിഷം നിങ്ങൾ റൂമിനകത്ത് നടക്കുവാൻ ദൈവശക്തിയുള്ളവനായി ഇറങ്ങി വരുന്നു. Doesn't matter where you are sitting currently, but if you are ready to give your heart to the Lord and ask him for forgiveness of your sins, he is ready to come down and fill your hearts with joy. എന്റെ പ്രിയ സഹോദരൻ, നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Would you please stand up with me, brethren? നിങ്ങളുടെ കണ്ണുനീരിന്റെ താഴ്വര, ബാക്കാ താഴ്വര നിങ്ങൾക്ക് സമൃദ്ധിയുടെ ബ്ലെസ്സിങ്ങിന്റെ ബരാക്ക താഴ്വരയാക്കി മാറ്റാം. The valley of your Baka can be changed to Baraka. ആരെയും നിങ്ങൾ പരാതി പറയണ്ട. You don't have to complain. നിങ്ങളുടെ ജോലി സ്ഥാപനത്തിലെ നിങ്ങളുടെ യജമാനൻ, നിങ്ങളുടെ മാനേജർ നിങ്ങൾ പരാതി പറയണ്ട. Don't worry, don't complain against your manager. നിങ്ങളുടെ ഈ കണ്ണുനീരിന്റെ കാരണം അവരാണ്, നിങ്ങളുടെ കൂട്ടുകാരാണ്, സഭാവിശ്വാസികളാണ്, സഹോദരങ്ങളാണെന്ന് പറഞ്ഞ ആരും കംപ്ലൈന്റ് പറയണ്ട. Don't complain against your brothers, sisters, or your children or your parents. ഈ ഭരണകൂടമാണ് എന്റെ ഈ കണ്ണുനീരിന്റെ താഴ്വരയെന്ന് നിങ്ങൾ പറയണ്ട. Don't think that the politicians are the problems. നിങ്ങളുടെ കണ്ണുനീരിന്റെ താഴ്വരെ
നിങ്ങൾക്ക് ഈ കണ്ണുനീരിന്റെ താഴ്വര നിങ്ങൾക്ക് സ്പ്രിംഗ് ആക്കി മാറ്റാം. But you can change this valley of tears into the place of springs. അത് സമൃദ്ധിയുള്ള ബ്ലെസ്സിങ്ങിന്റെ താഴ്വരയാക്കി മാറ്റാം. It can be changed the valley of joy. എങ്ങനെ മാറ്റാം? How? വിശുദ്ധ വേദപുസ്തകം പറയുന്നു. The word of God says. സങ്കീർത്തനം 84:4-5 വാക്യങ്ങൾ. Psalms 84 verses 4 and 5. ആരാണ് അങ്ങനെ സ്പ്രിംഗ് ആക്കി മാറ്റിയത്? Who changes the valley into spring? ദൈവത്തിൽ ബലം ഉറപ്പിച്ചവർ, ആശ്രയം വെച്ചവർ. Oh, those who put their strength in the Lord. നിത്യം സാഹചര്യങ്ങൾ നോക്കാതെ, അനുകൂലമോ പ്രതികൂലമോ, നിയമ പ്രതികൂലമോ ഒന്നും നോക്കാതെ നിത്യം സ്തുതിക്കുന്ന ദൈവത്തിന്റെ മക്കൾ. Those who praise the Lord forever, doesn't matter what they are walking through. ദൈവ സാന്നിധ്യം കൊതിക്കുന്ന ദൈവത്തിന്റെ മക്കൾ. The people who enjoy the presence of the Lord. ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണുനീർ താഴ്വരയിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടി വരാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? Are you ready to run into the presence of the Lord as you walk through the valley of tears? യഹോശാഫാത്ത് ദൈവമുഖം അന്വേഷിച്ചു. Jehoshaphat sought the face of the Lord. തന്റെ ജനം പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചു കൂടുന്നു പറഞ്ഞു. And the people gathered together with him. വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതിർന്ന പ്രായമുള്ളവർ വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ From തുടങ്ങി. the infants to the old age, they came together with fasting. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആത്മനിയോഗത്തോടെ ദൂത് കുഞ്ഞുങ്ങൾ പറയാൻ തുടങ്ങി. And the children started speaking the word of God with the power of the Lord. ദൂതിന്റെ മുമ്പിൽ മേലേറ്റപ്പോൾ താഴെ വരെ ദൈവസന്നിധിയിലേക്ക് വീണു. And they bowed down, when the word of the Lord came to them. അവർ പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. They started praising the Lord. അവർ പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. They started praising the അവർ Lord. പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. They started praising the അവർ Lord. മാമകൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. They started worshiping the Lord. വലിയവരെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. They started praising the യുദ്ധം Lord. യഹോവ ഏറ്റെടുത്തു. God took over the നിന്റെ battle. തലമുറയുടെ വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി. ഇന്ന് പകൽ ശത്രുവിനെ പോരാടുവാൻ ആത്മാവിൽ ആരാധിക്കട്ടെ. ചൂടാരാമാന ശാന്താരാധന അർത്ഥരാധമനിയന്തോരിയ. ആരും നിർബന്ധിക്കാതെ, ആരും പറയാതെ, ആരും നിങ്ങളെ നിർബന്ധിക്കാതെ വലിയവനാ ദൈവത്തിന് മുമ്പിൽ ഇന്ന് പോലെ ആരാധിപ്പാൻ തയ്യാറായ നിന്റെ അവകാശത്തെ ശത്രു കൊണ്ടുപോകുമോ ദൈവം അനുവദിക്കില്ല. Amen, amen, hallelujah. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഡോക്ടർ എലിസബത്ത് ഒക്കെ സ്റ്റേജിൽ കയറി ആരാധിക്കാൻ വരുമ്പോൾ എന്തിനാ ഇത്രയും തുള്ളിച്ചാടിയൊക്കെ ഈ കൊച്ചു ആരാധിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? അവർക്കും കണ്ണുനീരിന്റെയും ബാക്കയുടെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം പാസ്റ്റർ ജോസഫ് ജോയി ദേവദാസന്മാരുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാ അവർ കണ്ണുനീരിന്റെ താഴ്വരയിൽ ഇത്ര തുള്ളിച്ചാടുന്നേ? 18 വയസ്സുള്ള ജെറമി എന്ന് പറഞ്ഞൊരു മോൻ ആത്മാവിൽ പാടുന്ന കണ്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. പ്രിയ സ്നേഹിത, നിനക്ക് വേണമെങ്കിൽ പരാതി പറഞ്ഞു തീർക്കാം, നിനക്ക് സങ്കടം പറയാം, പക്ഷേ നിനക്ക് ഈ ബാക്ക താഴ്വരയിൽ തുള്ളിച്ചാടി നടക്കാം. നോക്കിക്കേ, ഇസ്രായേൽ മക്കളെ യഹൂദ ജനം യെരൂശലേമിലേക്ക് പോകുമ്പോൾ അവരാകെ ഭയം എന്തെന്നറിയാമോ? എങ്ങനെ ഞങ്ങൾ ബാക്കായെ താണ്ടിക്കൊണ്ടുപോകും? പക്ഷെ അവർ താണ്ടിയത് എങ്ങനെയാന്ന് പറഞ്ഞേ? കോരകപുത്രന്മാർ അവരെ വീട്ടിൽ വന്ന വലിയൊരു സംഭവം, അപ്പനും അമ്മയും സഹോദരങ്ങളും എങ്ങനെയാന്ന് എനിക്ക് എത്ര പേര് ഭൂമി പിറന്നു പോകുന്ന എനിക്ക് ഓർമ്മയില്ല. അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ പിതാവുണ്ട്, ഉറപ്പാ കോരകുണ്ട്, ഭൂമി വളർന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ബാക്കയുടെ അനുഭവം വന്നപ്പോൾ യുവത്വങ്ങൾ ഓടി എവിടേക്ക്? ആലയത്തിലേക്ക് ഓടി. കുഞ്ഞുങ്ങൾ ഓടി ആലയത്തിലേക്ക്. അവര് കണ്ടത് ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തതെന്ന്. അവർ കണ്ടു പിതാക്കന്മാർ അങ്ങനെ ചെയ്തു. ഓടി ആലയത്തിൽ ചെന്ന് ദൈവസാന്നിധ്യത്തിൽ യാഗപീഠത്തിൽ കെട്ടിപ്പിടിച്ചു. അവരാത്മാവിൽ സ്തുതിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ ആലയത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ബാക്കായെ സ്പ്രിംഗ് ആക്കി മാറ്റാമെന്ന്. ഇന്ന് പകൽ ചിലരുടെ ജീവിതത്തിലെ കണ്ണുനിന്റെ താഴ്വരകളെ ദൈവം ബാക്ക താഴ്വരയെ സമൃദ്ധിയുടെ താഴ്വരയാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേര് എൻ്റെ കൂടെ ചേർന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യും? ഞാൻ നിങ്ങളെ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചില മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ തയ്യാറാകട്ടെ. സഹോദര, ഭാരമുള്ള വിഷയത്തെ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് ദൈവത്തിന് പാട്ട് പാടണ്ട, താളമൊന്നും വേണ്ട. ദൈവത്തെ ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കുക. എന്റെ അവകാശത്തെ എന്റെ തലമുറ, എന്റെ പിതാക്കന്മാർ എന്നോട് പറഞ്ഞ എന്റെ അവകാശത്തെ, എന്റെ കൂടി വരവിന് എന്റെ അവകാശത്തെ ശത്രു കൊണ്ടുപോകോ ഞാൻ അനുവദിക്കില്ല. Mani
താഴ്വരകൾ കരങ്ങളെ ഉയർത്തി പറയാമോ? ജീവജല നിന്റെ വരികളെല്ലാം കാണാതറിയാം. സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞ കർത്താവേ, ലോകത്തിൻ ചെങ്കടകൾ എന്റെ ബാക്കായുടെ താഴ്വരയെ എനിക്ക് സമൃദ്ധിയാക്കണം. അതിന് ഞാൻ മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പിൽ ആരാധിക്കുക. സിയോനിലേക്കുള്ള മോക്ഷയാത്ര മാർഗത്തിൽ നിനക്കൊരു തടസ്സം കണ്ണുനിന്റെ താഴ്വരയാണെങ്കിൽ ദൈവത്തിനെ സ്പ്രിംഗാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. കരമുയർത്തി ആരിലും വലിയവൻ യേശു, യേശു അവനാരിലും മതിയായവൻ, യേശുവാരിലും മതിയായവൻ. കണ്ണുനീർ താഴ്വരയിൽ നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീർ താഴ്വര സാഹചര്യങ്ങളെ നിങ്ങൾ മറന്നിട്ട് നിങ്ങളുടെ കർത്താവിനെ പ്രാർത്ഥിച്ച കർത്താവേ, എങ്ങനെയാ കർത്താവേ, ദൈവം പറയുന്നു, അവനെ വാഴ്ത്തി സ്തുതിച്ചു തുടങ്ങിയപ്പോ പതിയിരിപ്പുകാരെ വരുത്തി ദൈവം കാര്യങ്ങൾ ചെയ്തെങ്കിൽ ആലയത്തിനകത്ത് ആരാധന ഉയരുമോ? കരം ഉയർത്തി യേശു, അവനാരിലും വലിയവനോ, ദൈവത്തിന്റെ ആത്മനിയോഗത്തോടെ പ്രവചനാത്മാവ് ഞാൻ പറയുന്നു, ഇവിടെയോ അതോ എവിടെ ദൂരെ ഇരുന്നു കൊണ്ടോ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഒരു പ്രിയ കുടുംബത്തോട്, പ്രിയ പൈതലോട് ആത്മാവിൽ ദൂതി ഞാൻ പറയുന്നു, നീ ചില മാസങ്ങളായി നിൻ റൂമിനകത്ത് അടച്ച് കർത്താവെ കണ്ണുനീരല്ലാതെ വേറൊന്നും മുമ്പിലില്ലല്ലോ, എങ്ങനെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങും, ഈ കണ്ണുനീര് എനിക്ക് തീരത്തില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരനുഭവത്തെ ദൈവം ദർശിച്ചിട്ട് പറയുന്നു, നിന്നെ പുറത്തിറക്കുന്ന ദിവസം എടുത്തു വരികയാ, നിന്നെ സമൃദ്ധിയിലേക്ക് നീ മാറ്റാൻ പോകുകയാ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ള വ്യക്തിയാ നീ. ദൈവാത്മാവ് നിന്നെ പുറത്തിറക്കാൻ വിടുകയാ. നിന്റെ ബാക്കായ താഴ്വരയെ നിന്നെ ബരാഖയാക്കി മാറ്റാൻ ദൈവത്തിന്റെ കരം റൂമിൽ ചലിക്കുന്നുണ്ട്. ആ റൂമിനകത്ത് ഡോർ അടച്ച് ആത്മാവിൽ ആരാധിക്കുക. ദൈവം പറയുന്നു, ഞാൻ നിന്നെ പുറത്തിറക്കാൻ പോകുകയാ. ആരാമാന ശാന്താരാധന റീമാന സിയാന്തോറിയ. പ്രിയ സുഹൃത്തെ, 15 കൊല്ലം മുമ്പ് എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു ബാക്കാ താഴ്വരയെ നേരിടേണ്ടി വന്നു. ഒറ്റപ്പെട്ടു പോയി. നിയമങ്ങളെല്ലാം എനിക്കെതിരായി. എല്ലാവരാലും തള്ളപ്പെട്ട് കൈകൾ വിലങ്ങ് വെച്ച് കിടക്കുമ്പോൾ എന്റെ ബാക്കായിൽ ഞാൻ എന്റെ ദൈവത്തെ ആരാധിച്ചു. ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയം വെച്ചു. ഞാൻ എന്റെ ദൈവത്തിൽ ബലം കൽപ്പിച്ചു. നിത്യം സ്തുതിക്കാൻ തുടങ്ങി. എന്നെ ഇന്ന് പകൽ ഇവിടെ നിർത്താൻ കാരണം, എന്നെ ബാക്കായെന്ന് മാറ്റാൻ കാരണം ദൈവ സാന്നിധ്യമാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ വിഷയത്തിൽ കർത്താവ് ഇടപെടുവാൻ ശക്തനാ ദൈവം തന്നെയാ. എന്ന് പറയാമോ യേശു വലിയവനാണെന്ന്. യേശു വലിയവന കർത്താവേ. ഓ
യേശു എന്റെ കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ആരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ യേശു ആരിലും മതിയായവൻ. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടും ഈ ആരാധനയെ സംബന്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ കെടുതികളിൽപ്പെട്ട് ഈ ആലയത്തിൽ വരാതെ ഭവനത്തിൽ വിശ്രമിക്കും അങ്ങനെയുള്ള കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവിന്റെ കരം തൊടട്ടെ. ഭൗതിക ആത്മീയ വിഷയത്തിന്മേൽ നിരാശയോടെ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ അവകാശ ശത്രു കൊണ്ടുപോകുമോ എന്ന് വിചാരിച്ച് ഇന്ന് പകൽ നിരാശപ്പെടുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ഇറങ്ങി വരട്ടെ. കർത്താവേ, സ്വർഗം ഈ വ്യവസ്ഥകൾ വ്യത്യാസം വരുത്താനായി സ്തോത്രം ചെയ്യുന്നു. ഈ ആലയത്തിൽ കടന്നു വന്ന് ഈ ആരാധന സംബന്ധിക്കുന്ന ഈ പ്രിയജനത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സന്ദേശം കേട്ട കർത്താവിന് സമർപ്പിക്കുകയും, കർത്താവേ, ഞാൻ ഇനി പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ഉപവസിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ കർത്താവിനെ ആരാധിക്കാം, പൂർണ്ണ ആശ്രയം അങ്ങയിൽ വെക്കാം എന്ന് ഇന്ന് പകൽ കേട്ടതിനു മുമ്പിൽ തീരുമാനത്തോടെ നിൽപ്പാൻ കഴിയുന്നെങ്കിൽ ആ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമെന്നോ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. സകല മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. ഈ പകൽ ഞങ്ങളെ ആരാധനയിൽ വ്യത്യസ്തമായ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ സന്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച കർത്താവ് വരാൻ താമസിച്ചാൽ ഒന്നിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നിങ്ങളുടെ ബാഖായെ ബരാഖിയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വലിയ ദൈവം ജീവിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.